നിങ്ങൾ കരിയർ ഗൈഡൻസ് ക്ലാസ് കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നതിലുപരി ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും കരിയർ ഗൈഡുമാരായി മാറണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കരിയർ ഗൈഡായിട്ട് മാറിയിരിക്കും. ഞാൻ കോൺഫിഡൻ്റ് ആണ്. കാരണം എൻ്റെ ആദ്യകാല കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളിൽ എനിക്ക് കിട്ടിയ കരിയർ ഗൈഡൻസിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കരിയർ ഗൈഡൻസ് ക്ലാസ് കിട്ടിയ ഒരു ക്ലാസ് നമ്മുടെ പ്രിയങ്കരനായ രജി സാറിൻ്റെതാണ്. വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ലൊരു ക്ലാപ്പ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, നമ്മളൊരു കരിയർ ഗൈഡ് ആവാനുള്ള ഇരുത്തവും കൂടിയാണ്. നമുക്ക് പറ്റുന്ന കാര്യം, അറിയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറഞ്ഞ് പറ്റുന്ന ആളെ കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് രജി സാർ. ഏത് സമയവും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ സാർ റെസ്പോണ്ട് ചെയ്തോളൂ. പല പ്രതിസന്ധികളും നമ്മൾ ഓവർകം ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ കടന്നുപോയ മഹത് വ്യക്തികൾ നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. ഇവിടെ നമ്മളെല്ലാവരും കൂടിയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മളൊരു നെറ്റാണ്, നമ്മളൊരു ടീമാണ്. ആ ടീമിലൂടെ നമ്മുടെ സമൂഹത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഇടപെടാം. ശരിക്കും ഈ സെഷനിൽ സ്റ്റുഡൻസും പാരൻസും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഓരോ റീജിയണിലേക്കും ഓരോ ഏരിയയിലേക്കും ഇത് സ്പ്രെഡ് ആവുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എടുക്കുന്ന സെഷൻ, സാർ കൈകാര്യം ചെയ്യുന്ന സെഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ +2 ആൻഡ് ആഫ്റ്റർ 10. ഇത് രണ്ടും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പം അത് രണ്ടും കൂടി സാറ് മിക്സ് ചെയ്തെടുക്കും. നമ്മളെല്ലാവരും കരിയർ ഗൈഡാണ് എന്നുള്ള രീതിയിൽ, എല്ലാം എനിക്ക് വേണ്ടതല്ലല്ലോ എന്ന് മാത്രം ചിന്തിക്കാതെ ഇത് എൻ്റെ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉപകാരപ്രദമാവും എന്നുള്ള രീതിയിൽ വേണം ഇരിക്കാൻ. നമുക്കറിയാം, 10ാം ക്ലാസ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരുന്ന കാലം മാറി. സയൻസ് കിട്ടിയാൽ സയൻസ്, അല്ലെങ്കിൽ കൊമേഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു തീരുമാനം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ആ ഒരു ലെവലിൽ നിങ്ങൾ ഇതിനെ സമീപിക്കുക, വളരെ സയൻറ്റിഫിക് ആയിട്ട് സമീപിക്കുക. വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയാണ് സാറ് ഇവിടെ വന്നത്. ഇന്ന് എന്തൊക്കെ സംസാരിക്കണം എന്നുള്ളത് സാറ് തീരുമാനിച്ചിട്ടുണ്ട്, എന്നോടത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു കാര്യം കൂടിയും, നിങ്ങൾക്ക് ഈ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒരു പേപ്പർ തരും. ആ പേപ്പറിൽ നിങ്ങൾ എഴുതി തരിക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചോദിക്കാനുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചോദിക്കണം, എഴുതണം. ഓക്കെ, നിങ്ങൾ എണീറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സാറ് പറയാൻ ഉദ്ദേശിച്ചതായിരിക്കും ഒരു പക്ഷെ നിങ്ങൾ പറയുന്നത്. ഓക്കെ, പക്ഷേ അത് സാറിന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സാറിന് അതും കൂടി കണക്ട് ചെയ്ത് സംസാരിക്കാമല്ലോ. അപ്പം കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. സാറിനെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏറെ ബഹുമാനത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നല്ലൊരു ക്ലാപ്പ്, കുറച്ചും കൂടി എനർജിയോടുള്ള ക്ലാപ്പ്. താങ്ക് യു ജയരാജ് സാർ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഓക്കെ. ഈ ഹോളിൽ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കുമോ? 10ാം ക്ലാസ് ഇല്ല, +2കാരാണ് അല്ലേ? +1 +2. ഓക്കെ, ഗുഡ്. അപ്പോൾ പണ്ട് 10ാം ക്ലാസ്സിനെ പറ്റി പറയേണ്ട കാര്യമില്ലോ. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? മക്കളെ, 8 or 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി പറയണമെങ്കിൽ, ഞാൻ ഡോക്ടറാണ്, എൻജിനീയറാണ്, ടീച്ചറാണ്, അക്കൗണ്ടൻ്റാണ്, ഓഫീസറാണ് എന്നൊക്കെ പറയണമെങ്കിൽ ഈ കാലയളവിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ പരിണിത ഫലമാണ് 7, 8 അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കങ്ങനെ പറയാൻ സാധിക്കുക. ശരിയായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട നിർണായക ഒരു കാലഘട്ടമാണിത്. ഉദാഹരണം, 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഒരു ഡോക്ടറാകാനായിട്ടാണ് ആഗ്രഹമെന്നിരിക്കട്ടെ, പക്ഷേ അവൻ ഹ്യൂമാനിറ്റീസ് ആണ് തിരഞ്ഞെടുക്കുന്നത്. ആ തീരുമാനം ശരിയാണോ? ഹ്യൂമാനിറ്റീസ് പഠിച്ചുകൊണ്ട് ഒരു MBBS ഡോക്ടറാകാൻ പറ്റുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഈ +2 കാലയളവിൽ നിങ്ങൾ എടുക്കുന്ന ചില ശരിയായ തീരുമാനങ്ങളാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. മക്കളെ, വളരെ അതിമിടുക്കരായ പലരും
ചില തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ പാടില്ലാത്ത വഴിയിൽ എത്തിപ്പെട്ട് ഒന്നുമില്ലാതായി തീർന്നിട്ടുണ്ട് മക്കളെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനൊരു ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ക്ലാസ് തുടങ്ങുക. ഈ 1 മണിക്കൂറല്ലേ ഒന്നിൽ സമയം നമുക്ക് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയം, ചുരുങ്ങിയ ഈ സമയം നിങ്ങളെന്നെ ശ്രദ്ധിച്ചിരുന്നാൽ ഒരു കുട്ടി പോലും ഈ ഹോളിൽ നിന്ന് ഉപകാരമില്ലാതായി പോകില്ല. ഈ ക്ലാസ് കൊണ്ട് ഉപകാരമില്ലാത്തവരായിട്ട് ഇവിടെ മടങ്ങിപ്പോയി. നമുക്ക് തുടങ്ങാം. ഇതിൽ നോക്കൂ, നമ്മളൊരു കരിയർ, ഇന്ന് കരിയർ ഗൈഡൻസ് ക്ലാസ്സാണ്. കരിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഭാവിയിൽ ഇഷ്ടപ്പെട്ട് എടുക്കാൻ പോകുന്ന തൊഴിലിനെയാണ് കരിയർ എന്ന് പറയുന്നത്. ആ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടിയിൽ നമ്മളൊരു അണ്ടർലൈൻ ചെയ്യണം. ആരുടെ ഇഷ്ടമാ? നമ്മുടെ ഇഷ്ടം. നമ്മുടെ അമ്മാവൻ്റെ അമ്മായിയുടെയോ അല്ലെ കാരണവന്മാരുടെ ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. കാരണം എന്താ? നമ്മളാണ് പഠിക്കേണ്ടത്, നമ്മളാണ് ജോലി ചെയ്യേണ്ടത്, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാനായിട്ട്, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിന് കരിയർ എന്ന് വിളിക്കും. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഞാനൊരു LP സ്കൂൾ ടീച്ചറായിട്ട് ജോലിക്ക് കയറുന്നു. എനിക്ക് ടീച്ചിങ് തീരെ താല്പര്യമില്ല, പക്ഷേ എനിക്ക് പണം വേണം, ഒരു ജോലി വേണം. അതുകൊണ്ട് മാത്രമാണ് ഈ ജോലി കയറുന്നു കരുതുക. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കരിയർ അല്ല, അതൊരു ജോബ് മാത്രമാണ്. ഞാൻ റിട്ടയർ ചെയ്യുന്നു, ചിലപ്പോൾ ഒരു LP സ്കൂൾ ടീച്ചറായിട്ട്, അല്ലെങ്കിൽ മാക്സിമം ഒരു HM ആയിട്ട് ഞാൻ റിട്ടയർ ആകും. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത് കരിയറായി മാറുക? ഞാൻ LP സ്കൂൾ ടീച്ചറായി മാറി. ഞാൻ TTC ഒക്കെ കഴിഞ്ഞിട്ടാണ് LP സ്കൂൾ ടീച്ചറായത്. ഞാൻ എന്താ പറയുക, ഞാൻ ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഡിഗ്രി ഓൺലൈനായിട്ട് കറസ്പോണ്ടൻസ് ആയിട്ട് ഞാനത് ചെയ്തു. PG എടുത്തു, BEd എടുത്തു, UGC നെറ്റ് പരീക്ഷ എഴുതി. അവസാനം ഞാൻ റിട്ടയർ ആകുന്ന ഒരു കോളേജ് പ്രൊഫസറായിട്ടാണ്. അങ്ങനെയാകുമ്പോൾ എൻ്റെ ഈ ടീച്ചിങ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള കരിയറാണ്. ഞാൻ വെച്ചടി കയറ്റമാണ് എൻ്റെ ഈ കരിയറിൽ ഉണ്ടാകുന്നത്, അപ്പോൾ എൻ്റെ ഈ പ്രൊഫഷൻ ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ളതിനെയാണ് കരിയർ എന്ന് വിളിക്കുക, അല്ലാത്ത ജോബാണ്. അപ്പോൾ അതുകൊണ്ട് മക്കളെ, നമുക്ക് കരിയർ 3 കാര്യങ്ങൾ മിനിമം തരണം. ഒന്ന്, നമ്മളെ ആശ്രയിക്കുന്നവർക്ക് നമ്മൾക്കും ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ എത്ര പണമാണോ വേണ്ടത് അത് സാലറിയായി നമുക്ക് കിട്ടണം. ഇതാണ് 1ാമത്തെ കാര്യം. നോക്കൂ, ഒരു വിദ്യാഭ്യാസമില്ലാത്ത മറുനാടൻ തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ വന്ന് 25,000 തൊട്ട് 30,000 40,000 രൂപ അവരുടെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ വിദ്യാസമ്പന്നരെന്ന് പറയുന്ന നമ്മൾക്ക് അതിന് കൂടുതൽ കിട്ടണം. അപ്പം സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ, അതാണ് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യമാണ് സന്തോഷവും സംതൃപ്തിയും. റജിമാഷോട് ചോദിക്കുകയാണ്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആരാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ, ഇനി ഒരു ജന്മമല്ല 10 ജന്മമുണ്ടെങ്കിലും ഒരു ടീച്ചറാകാനാണ് ആഗ്രഹമെന്ന് റജിമാഷ് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? റജിമാഷ് ഈസ് ഹാപ്പി ആൻഡ് കണ്ടന്റ് വിത്ത് ഹിസ് പ്രൊഫഷൻ. ആ പ്രൊഫഷനിൽ സന്തോഷവും കിട്ടുന്ന സംരംഭം. നിങ്ങൾ ചില ആൾക്കാരെ കണ്ടില്ലേ, ഒരു തൊഴിൽ കയറും, അത് വിട്ടിട്ട് വേറൊന്നിന് പോകും. അങ്ങനെ പല മുയലുകളും പുറകെ ഓടി ഒരു മുയലും കിട്ടാത്തൊരവസ്ഥ. അന്നേരം പല തൊഴിലിന് പുറകെ പോകും. അവസാനം സക്സസ്ഫുള്ളായി ജീവിക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുകൊണ്ട് മക്കളെ, തുടക്കം മുതൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ എവിടെയാണോ എത്തിപ്പെടേണ്ടത് അവിടെ നിങ്ങൾക്ക് എത്താനായിട്ട്. അപ്പോൾ 2ാമത്തെ കാര്യം സന്തോഷം സമൃദ്ധിയാണ്. 3ാമത്തെ കാര്യമാണ് സാമൂഹ്യ അംഗീകാരം. പണമുണ്ടാക്കാൻ പഠിക്കണമെന്ന് നിർബന്ധമില്ല, ധാരാളം മറ്റു കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ അറിയാം, നമ്മുടെ സമൂഹത്തിൽ ഈ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ MDMA പോലുള്ള സാധനങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷേ ഇതിനെന്തില്ല? സാമൂഹ്യ അംഗീകാരമില്ല. അപ്പോൾ പഠിച്ച് ഒരു ജോലി നേടി അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് നട്ടെല്ല് നിവർത്തി സമൂഹത്തിൽ നിന്ന് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ അതിനെപ്പറ്റിയാണ് ചിന്തിക്കേണ്ടത്. അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നിങ്ങളൊരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് സെൽഫ് അസസ്മെൻ്റ് ആണ്. നിങ്ങളെപ്പറ്റി ഒരു ധാരണയുണ്ടാകണം. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ചില വിഷയങ്ങൾ പഠിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്, ചില വിഷയങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ വരെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇനി ചില ആൾക്കാർ നോക്കൂ, ടെക്നിക്കലി ഭയങ്കര മിടുക്കരായിരിക്കും, ഒരു കോഴ്സും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ഫാൻ കേടായാൽ, ഒരു സ്വിച്ച് കേടായാൽ, അല്ലെങ്കിൽ ഒരു മെഷീൻ കേടായാൽ അത് റിപ്പയർ ചെയ്യും. അവർ ടെക്നിക്കലി ഭയങ്കര സ്ട്രെങ്ത് ആണ്. ചില ആൾക്കാരുടെ കയ്യിലേക്ക് ഒരു സ്ക്രൂ എടുത്തു കൊടുത്ത് മുറുക്കാൻ പറഞ്ഞ് ഇത് തിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ സ്ക്രൂ ഒരിക്കലും മുറുകിയല്ല. കാരണം ടെക്നിക്കലി സ്ഥിരം. പക്ഷെ അവർ മോശക്കാരല്ല, അവർക്ക് പറ്റിയ മറ്റു മേഖലകളുണ്ട്. അപ്പം മക്കളെ ഓർക്കണം, ആദ്യത്തെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് സെൽഫ് അസസ്മെൻറ്റ്. ഞാൻ ആരാണ്, എനിക്ക് പറ്റിയതാണ് എന്ന് അന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ നിങ്ങളൊരു കോഴ്സ് എടുക്കാവുള്ളൂ, ഒരു കരിയർ എടുക്കാവുള്ളൂ. നിങ്ങൾ നോക്കൂ, ഒരു കയ്യിലെ വിരലുകൾ 5 എണ്ണമുണ്ട്, 5 വിരൽ.
5 വിരൽ ഒരേപോലെയല്ല നമുക്കൊക്കെ അറിയാം. ഈ ചെറുവിരലിൽ ഫിറ്റായിട്ട് ഒരു മോതിരം മറ്റു വിരലുകളിൽ ഫിറ്റാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത് നടന്നു വരികയില്ല. ശരിയല്ലേ? എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സൂട്ടബിൾ അല്ലാതെ വരികയും നിങ്ങളുടെ ജീവിതം തന്നെ ഒരു നരകമായി തീരും. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, എൻ്റെ വീട്ടിൽ നാട്ടിനടുത്ത ഒരാൾ. അവർ 3 പെമ്മക്കളാണ്, പഠിക്കാനായിട്ട് മിടുക്കലാണ്, ഏറ്റവും ഇളയ 2 പേര്. അപ്പം അതിലൊരു കൊച്ച് രക്തം കണ്ട തലകറങ്ങി വീഴുന്ന കൊച്ചാ. പക്ഷെ അമ്മാവന്മാർ, പെമ്പിള്ളേർ മാത്രമേ ഉള്ളൂ, അമ്മാവന്മാർക്ക് അവിടെ റോളുണ്ട്. അമ്മാവന്മാരുടെ നിർബന്ധം കൊണ്ട് MBBS എടുത്തു, MD എടുത്തു. പക്ഷേ ഇതുവരെ നല്ലൊരു ഡോക്ടർ ആകാൻ സാധിച്ചില്ല. കാരണം ഒരിക്കലും എന്നെ കണ്ട പറഞ്ഞു, റെജി ഒരു MBBS എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായാൽ മതിയായിരുന്നു. അപ്പം ഞാൻ ഞെട്ടലോടെ അത് കേട്ടത്. എല്ലാവരും ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആണെന്ന് ഭ്രാന്ത് പിടിക്കുന്ന നടക്കുന്ന സമയത്താണ് ഒരു ഡോക്ടർ പറയുകയാണ് എനിക്കൊരു ഹയർ സെക്കൻഡറി ടീച്ചർ മതി. അതുകൊണ്ട് മക്കളെ ഓർക്കണം, ഒന്നാമത്തെ കാര്യം അതാണ്, നിങ്ങൾക്കൊരു സെൽഫ് അസസ്മെന്റ് ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, നോ കരിയർ ഓപ്ഷൻസ്. എന്തൊക്കെ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ, +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ, കൊമേഴ്സ് കഴിഞ്ഞാൽ, സയൻസ് കഴിഞ്ഞാൽ ആരൊക്കെ ആയി തീരാമെന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് വേണം. അറിവ് കുറവ് കൊണ്ട് തന്നെ തെറ്റായ കരിയറിൽ എത്തിപ്പെട്ട മക്കൾ എത്രയോ ഉണ്ടെന്നറിയോ? അത് നിങ്ങൾക്ക് അബദ്ധം ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇന്ന് അതിൻ്റെ ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്, കരിയർ ഓപ്ഷനെ പറ്റി. അത് കേട്ട് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കരിയർ എന്നുള്ള ആ കരിയറിനെ പറ്റി ഒരു ആഗ്രഹത്തിൻ്റെ വിത്ത് നിങ്ങളുടെ മനസ്സിൽ വീഴും. ഉദാഹരണം, LLB ചെയ്ത് ഒരു വക്കീലാകണമെന്നാണ് നിങ്ങളെ ഇന്നത്തെ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ അതെന്തായി മാറും? അത് പാഷനായി മാറും. പാഷൻ എന്ന് പറഞ്ഞാൽ തീവ്രമായ ആഗ്രഹമാണ്. ഒരാൾക്കൊരു ആഗ്രഹം പാഷനായി മാറിക്കഴിഞ്ഞാൽ അധ്യാപകർ പഠിപ്പിക്കാൻ പറയേണ്ട, രക്ഷിതാക്കൾ പഠിപ്പിക്കാൻ പറയേണ്ട, ഈ ലോകത്തിൽ ഒരാൾ പോലും നമ്മളോട് പഠിക്കാൻ പറയേണ്ട, പഠിച്ചിരിക്കും. കാരണം അതെൻ്റെ പാഷനാണ്. ആ പാഷനായി നിങ്ങളുടെ ആഗ്രഹം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ കരിയർ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. എങ്ങനെ +2 പഠിക്കണം, അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ഏത് കോഴ്സാണ് ചെയ്ത് അതെങ്ങനെ പഠിക്കണം, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കി കഴിയുമ്പോൾ എവിടെയാണോ നിങ്ങൾ എത്തിപ്പെടേണ്ടത് അവിടെ എത്തും. അവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ 3 കാര്യം കിട്ടും: കൈ നിറയെ പണം, സന്തോഷവും സംതൃപ്തിയും, സാമൂഹ്യ അംഗീകാരവും. അങ്ങനെ നിങ്ങൾ ഹാപ്പിയായി മാറും. നിങ്ങൾ ഹാപ്പി ആകുമ്പോൾ നിങ്ങളുടെ കുടുംബം ഹാപ്പിയാകും. നിങ്ങളുടെ കുടുംബം ഹാപ്പി ആകുമ്പോൾ നിങ്ങളുടെ സമൂഹം ഹാപ്പിയാകും. സമൂഹം ഹാപ്പി ആകുമ്പോൾ രാജ്യവും ഹാപ്പിയായി മാറും. ഈ കാര്യമാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് സമയത്തിൻ്റെ പരിമിതികളുണ്ട്. ഇനി നിങ്ങൾ എത്തിച്ചേർന്ന് ഏതെങ്കിലും കരിയറല്ല 100%, 99.99 അല്ല, 100% റൈറ്റ് കരിയർ, നിങ്ങൾക്ക് സൂട്ടബിളായ കരിയറിലാണ് എത്തിച്ചേണ്ടത്. അതിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ അഭിരുചി അഥവാ ആപ്റ്റിറ്റ്യൂഡ്. എല്ലാ മനുഷ്യർക്കും ജന്മനാ കിട്ടുന്ന ചില അഭിരുചികളുണ്ട്. ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റിൽ വളരെ മനോഹരമായ ഒരു പ്രോഗ്രാം വന്നു. അതിതാണ് വളരെ മനോഹരമായ കരകൗശല വസ്തു ഉണ്ടാക്കി വെച്ചിട്ട് ആരാണ് ഇത് ഉണ്ടാക്കിയെന്ന് അറിയാനായിട്ട് നോക്കുമ്പോഴാണ് കൈവിരലില്ലാത്ത, കൈകാലുകളൊക്കെ വളഞ്ഞ് മരക്കമ്പ് പോലെയുള്ള ആൾക്കാരെ ഉണ്ടാക്കിയ സാധനങ്ങളായത്. അപ്പം മക്കളെ, കഴിവ് കെട്ടവരായിട്ട് ഒരു മനുഷ്യരുമില്ല. പണ്ട് മന്ദബുദ്ധികൾ എന്നൊക്കെ കളിയാക്കി വിളിച്ചവരെ ഇപ്പോൾ വിളിക്കുന്നത് എന്താണെന്നറിയോ? ഡിഫറൻ്റ്ലി ഏബിൾഡ് അഥവാ ഭിന്നശേഷിക്കാരെന്നാണ് വിളിക്കുന്നത്. അപ്പം കഴിവില്ലാത്ത ഒരു ആളും ഇല്ല. അപ്പം നിങ്ങളുടെ കഴിവ് ഏതാണോ അതുമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു തൊഴിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് അഥവാ താല്പര്യം. ഞാൻ പറഞ്ഞു, ഒരു കുതിരയെ നമുക്ക് തടാക കരയിലേക്ക് കൊണ്ടുപോകാം, പക്ഷേ കുടിക്കണമെന്ന് നിർബന്ധിക്കാൻ പറ്റിയില്ല. താല്പര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും, അത് ഉണ്ടാക്കിയെടുക്കാം. ചില ആൾക്കാരെ ഇപ്പോൾ പട്ടാളത്തിലുള്ള ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് പട്ടാളത്തിൽ ചേരണമെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും. ചില ആൾക്കാരുടെ പ്രസംഗങ്ങൾ, ചില ബുക്കുകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ജീവിതങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാകും? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്താണ് പേഴ്സണാലിറ്റി ടൈപ്പ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. പക്ഷേ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. അതായത് നമുക്കറിയാം, ചിലർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരാണ്, നല്ലപോലെ സംസാരിക്കും, നല്ല ബന്ധങ്ങളുള്ള അവർ നമ്മൾ എക്സ്ട്രോവേർട്ടുകൾ എന്ന് വിളിക്കും. എന്നാൽ ചില ആൾക്കാർ അധികം സംസാരിക്കുക ഇൻട്രോവേർട്ടുകൾ വിളിക്കും. ഈ 2 കൂട്ടർക്കും പറ്റിയ തൊഴിലുകൾ ധാരാളമുണ്ട്. സംസാരപ്രിയ ആൾക്കാർക്ക് TV ആങ്കേഴ്സ് ആകാം, അതുപോലെ തന്നെ റേഡിയോ ജോക്കികളാകാം, ടീച്ചേഴ്സ് ആകാം, വക്കീലന്മാരാകാം. കമ്മ്യൂണിക്കേഷൻ പ്രാധാന്യമുള്ളത്. ഇതില്ലാത്ത ആൾക്കാർക്ക് അക്കൗണ്ടൻ്റ് ആകാം, ഓഫീസിലെ വർക്കുകൾ ചെയ്യാം, പൈലറ്റ് ആകാം. അങ്ങനെ ധാരാളം മേഖലകളുണ്ട്. അപ്പോൾ എന്താണോ നിങ്ങളുടെ പേഴ്സണാലിറ്റി അതിന് യോജിച്ചതായിരിക്കണം. വാല്യൂസ്, മൂല്യങ്ങൾ. മദ്യം കുടിക്കുന്നതും വിളമ്പുന്നതും തെറ്റാണ്, പാവമാണെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ബിവറേജ് ഔട്ട്ലെറ്റിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷ സംതൃപ്തി ഉണ്ടാവുമോ?
ഉണ്ടാവില്ല. മനസാക്ഷി കുത്തിക്കൊണ്ടിരിക്കും, നീ ചെയ്യുന്ന തെറ്റാണ്, പാവമാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പം നിങ്ങളുടെ മൂല്യങ്ങൾ ഏതാണോ, വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും മതത്തിൽ നിന്നും ഒക്കെ കിട്ടിയ മൂല്യങ്ങളുടെ ആകെ തുകയാണ് നമ്മുടെ മൂല്യങ്ങൾ, അത് യോജിച്ചതായിരിക്കണം. അവസാനമായി ഞാൻ പറയുന്നു, നമ്മുടെ ഫാമിലിയോട് ചേർന്ന് വേണം. ഇന്ന് ഈ കരിയർ ക്ലാസ് കേട്ടുമ്പോൾ വീട്ടിൽ പോയി പറയണം, എനിക്ക് ഇന്ന കോഴ്സ് ചെയ്യാനാണ് ആഗ്രഹം, ഇന്ന കോഴ്സ് ഇന്ന ആളാകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് അവരുടെ സമ്മതത്തോടെ അനുഗ്രഹത്തോടെയാണ് നിങ്ങളൊരു കോഴ്സിന് പോകേണ്ടത്. കാരണം മോണിറ്ററി സപ്പോർട്ടും വേണം, മോറൽ സപ്പോർട്ടും നിങ്ങളുടെ കുടുംബത്തിന് വേണം എന്നുള്ളത് കൊണ്ടാണ് ഇതുള്ളത്. നോക്കൂ, ഇതാണ് നമ്മുടെ അവസ്ഥ. നോക്കൂ, ഈ മതിലിനപ്പുറത്തുള്ള മനോഹരമായ കാഴ്ച ചിലപ്പോൾ ഫുട്ബോൾ കളിയായിരിക്കും. ഇത് കാണാനായിട്ട് എത്തിവലിഞ്ഞ് നോക്കുക, ഒരു പൊട്ടത്തരമാണ് കാണിക്കുന്നത് അല്ലേ? ഏകദേശം 50ഓളം ലാഡറുകൾ കിടത്തിയിട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്ന് നോക്കാനായിട്ട് വളരെ തത്രപ്പെടുന്ന ഒരാളെയാണ് നമ്മളിവിടെ കാണുന്നത്. ഒരേ ഒരു ലാഡർ ഒന്ന് നിവർത്തി വെച്ച് നോക്കാൻ ഇത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതാണ് നമ്മുടെ കാര്യം. നമുക്ക് കഴിവിഷ്ടം പോലും ഉണ്ട് മക്കളെ, പക്ഷേ അത് ചാരം മൂടി കിടക്കുക. എന്താ ചാരം മൂടി കിടക്കുക എന്ന് പറഞ്ഞാൽ, വിറക് കത്തിക്കഴിഞ്ഞാൽ അതാദ്യം കനലായി മാറും, പിന്നെ കാറ്റില്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ചാരമുണ്ടാകും. ചാരമാണെന്നോർത്തുകൊണ്ട് നമ്മൾ ചവിട്ടി കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ തീ ഉണ്ടാകും. നമ്മളാൽ അറിയപ്പെടാൻ നമ്മുടെ കഴിവുകൾ ഉള്ളിൽ കിടക്കുകയാണ്. ആനക്കാനയുടെ വലുപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കഴിവുകൾ നമ്മൾക്ക് തന്നെ ബോധ്യമില്ലാതെ ഇങ്ങനെ കിടക്കുന്നു. തിരിച്ചറിഞ്ഞുപയോഗിക്കുക. നോക്കൂ, കഴിവുകൾ എത്രയുണ്ടായിട്ടും കാര്യമില്ല, തിരിച്ചറിഞ്ഞുപയോഗിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇത്രയും ഞാൻ ആ ഭാഗത്തേക്ക് പറയുന്നുള്ളൂ. നമ്മൾ അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് 3/4 മണിക്കൂറൊക്കെ എടുത്തു കൊടുക്കുന്ന കാര്യമാണ്. നമുക്ക് എൻ്റെ കാര്യഗൗരവത്തിലേക്കുള്ള ഭാഗത്തേക്ക് പോകാം. ആഫ്റ്റർ SSLC കുട്ടികൾ ഉണ്ടാവും എന്നുള്ള കരുതിയാണ് അതിട്ട് +2. അതായത് നിങ്ങൾ ഇനി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഇവിടെ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും സയൻസും പഠിക്കുന്ന കുട്ടികളുണ്ടെന്ന് കരുതിയാണ്, ചോദിക്കാൻ നമുക്ക് സമയമില്ല, കരുതിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ, ഇപ്പം ഞാൻ പറയുന്ന ഒറ്റ നോട്ടത്തിലാണ്, അറ്റ് എ ഗ്ലാൻസ്, ഒറ്റ നോട്ടത്തിൽ ഒരു സയൻസ് കഴിഞ്ഞാൽ, +2 സയൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സുകൾ ചെയ്ത ആരൊക്കെയായി തീരാം. ഒന്ന്, നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളിലെ ടീച്ചേഴ്സായി മാറാം. സയൻസുകാരെ സംബന്ധിച്ചോളം നിങ്ങൾ പഠിക്കുന്ന വിഷയമല്ല, കൊമേഴ്സിലെയും ഹ്യൂമാനിറ്റീസിലെ വിഷയങ്ങളുടെയൊക്കെ ടീച്ചറായിട്ട് വേണേൽ മാറാം. ഉള്ള വരികൾ ഞാൻ പറയാം. പിന്നെ ഏറ്റവും കൂടുതൽ പേര് ജോലി കണ്ടെത്തുന്ന ഒരു ഏരിയയാണ് ടീച്ചിങ് മേഖല. അതിനെപ്പറ്റി ഡീറ്റെയിൽ പറയുന്നുണ്ട്. റിസർച്ച്, നമുക്കറിയാം ഗവേഷണ സ്ഥാപനങ്ങൾ പണ്ട് അധികം ഇന്ത്യയിലില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗവേഷണ സ്ഥാപനങ്ങൾ R&D അത് കൂടുതലായി ഡെവലപ്പ് ചെയ്തതോടുകൂടി റിസർച്ച് മേഖലയിലേക്ക് അതിമിടുക്കരായ ആൾക്കാർ, കേട്ടോ, ഈ ജസ്റ്റ് പാസ്സാകുന്ന ആൾക്കാർ ഞാൻ റിസർച്ചറാകാൻ പോവാണ്, ഗവേഷകനാകാൻ പോകുന്നു പറയരുത്. നിങ്ങൾക്ക് അതിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു പാഷനുള്ള റിസർച്ച് മൈൻഡ് ഉള്ള ഒരാളാണ് അതിലേക്ക് പോകേണ്ടത്. റിസർച്ച് മേഖലകൾ പറയും. എഞ്ചിനീയറിംഗ് അടുത്തൊരു മേഖലയാണ്. ആർക്കിടെക്റ്റ്, ടെക്നീഷ്യൻ, AI, നിങ്ങൾക്കറിയാലോ AI എന്താണെന്നറിയാമല്ലോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡാറ്റ സയൻറ്റിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, ഡോക്ടർ, അലോപ്പതി, ആയുർവേദ, ഹോമിയോ, യുനാനി, ഡെന്റൽ, ഇതിലൊക്കെ ഡോക്ടർമാർ. പാരാമെഡിക്കൽ, അതായത് നഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് ആക്ടിവിറ്റീസ്, നമുക്കറിയാലോ ഫിസിയോതെറാപ്പി, BOT, ഓക്യുപേഷൻ തെറാപ്പി, അതുപോലെയൊക്കെയുള്ള അലൈഡ് ഹെൽത്ത് കോഴ്സുകൾ. അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്റിനറി, ബയോടെക്നോളജി, ഡിഫൻസ്, ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് സയൻസ് കഴിഞ്ഞ് പോകാനായിട്ട് പറ്റും. അത് മാത്രമല്ല, സയൻസുകാർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് മറ്റ് ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങളൊക്കെ വേണമെങ്കിൽ +2 കഴിഞ്ഞ് പഠിക്കാൻ അഡ്മിഷൻ കിട്ടുമെങ്കിൽ, മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതാണ് സയൻസുകാരുടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. അടുത്ത ഹ്യൂമാനിറ്റീസ് നോക്കാം. പണ്ട് കാലത്ത് ഒരു ചിന്താഗതി കൊണ്ട് ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയ കുട്ടികളാണ് ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ പോകുന്നുള്ളത്. അത് തെറ്റാണ്. അതായത് ഹ്യൂമാനിറ്റീസിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഞാനും ജയരാജ് സാറൊക്കെ. ഞങ്ങൾ ഇക്കണോമിക്സ് പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ ധാരാളം സാധ്യതകൾ ഹ്യൂമാനിറ്റീസ് മേഖലയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെയും നിങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ +2 ഇതിനാണെന്നറിയോ? ഹ്യൂമാനിറ്റീസിനാണ്. എൻ്റെ ഒരു ഓർമ്മ 21ഓളം വിഷയങ്ങളുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നാൽ 20-ന് മുകളിലുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. അപ്പം അത്രയും ടീച്ചേഴ്സ് നമുക്ക് വേണം. റിസർച്ചറാകാം, സിവിൽ സർവൻറ്റ്, അത് സയൻസുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ആകാം. ഇക്കണോമിക്സ് ഇക്കണോമിസ്റ്റ് ആകാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത് കണക്ക് പഠിക്കുന്നവർക്കാണ്. അത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇക്കണോമിക്സിനാണ്, ഡോക്ടർക്കും എഞ്ചിനീയർക്കും അല്ല, കേട്ടോ. ലോകത്തെ ഇലോൺ മസ്ക് അറിയാലോ, അദ്ദേഹത്തിന് എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്. അങ്ങനെ കുറേ ആൾക്കാർ എക്കണോമിക്സ് പഠിച്ചിട്ട് ഞാനത് പറയുന്നുണ്ട്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ലോയർ, LLB ഒക്കെ ചെയ്ത് ലോയർ ആകാം. ജേർണലിസം കഴിഞ്ഞ് ജേർണലിസ്റ്റ് ആകാം. സോഷ്യൽ MSW പോലുള്ള കോഴ്സുകൾ ചെയ്ത് സോഷ്യൽ വർക്കർ ആകാം. സൈക്കോളജി പഠിച്ച്, പക്ഷേ സൈക്കോളജി പഠിക്കുന്നത് BA സൈക്കോളജി കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് ആകുമെന്ന് വിചാരിക്കരുത്. PhD വരെ പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കാവുള്ളൂ. സൈക്കോളജിസ്റ്റ്, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ളവർക്ക് ആർക്കിയോളജിസ്റ്റ്, മ്യൂസിയോളജിസ്റ്റ്, ക്യൂറേറ്റർ, ഇങ്ങനെയൊക്കെ പോകാം. ഇനി ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ഒക്കെ പോകാവുന്നതാണ് മാനേജ്മെന്റ്, ബിസിനസ്മാൻ, MBA പോലുള്ള കോഴ്സുകൾ ചെയ്തുകൊണ്ട് കൈ നിറയെ പണം കിട്ടുന്ന, ജീവിത സൗകര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു മേഖലയാണ് ഈ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയും. MBA ഉള്ളത് ഹോട്ടൽ മാനേജ്മെന്റ്, ടൂറിസം മാനേജ്മെന്റ്, ഈ മേഖലകൾ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസുകാർക്ക് പറ്റും. ഡിഫൻസ്, പോലീസ്, റെയിൽവേ, ബാങ്കർ, ഈ മേഖലകളും
നിങ്ങൾക്ക് വഴങ്ങുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി കൊമേഴ്സ് പഠിക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പ്രധാനമായി 2 മേഖലകളാണ് കൊമേഴ്സിനുള്ളത്. ഒന്ന് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്നുള്ളൊരു മേഖലയും, രണ്ടാമത്തതാണ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന മേഖല. ഈ 2 മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്കറിയാം അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അക്കൗണ്ടൻസിക്കാണ്. നിങ്ങൾക്ക് അക്കൗണ്ടൻസി ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് പല കോഴ്സുകളുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു കോഴ്സാണ് BCom എന്ന് പറയുന്നത്, അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. പിന്നെ CA, ACCA അങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ടന്റ് ആകാനായിട്ട് സാധിക്കും. അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സ് MBA ആണ്. അത് +2 കഴിഞ്ഞ് പോകാം, ഡിഗ്രി കഴിഞ്ഞ് പോകാം, അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, അത് വലിയൊരു മേഖലയാണ്. ടീച്ചർ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, റിസർച്ചർ, ഈ മേഖലകളൊക്കെ ആർക്ക് വഴങ്ങും? കൊമേഴ്സുകാർക്കുള്ള. അപ്പം നോക്കൂ, 3 മേഖലയിലെയും പ്രധാനപ്പെട്ട ഒറ്റ നോട്ടത്തിൽ ഏതൊക്കെ മേഖലകളാണെന്നാണ് ഞാനിവിടെ പറഞ്ഞു പോയത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചില മേഖലകൾ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പം അതിന് മുന്നോടി നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ +2 കഴിഞ്ഞാൽ പോകുന്നത് ജനറൽ സ്റ്റഡീസാണ്. BA, BCom, BSc പോലുള്ള കോഴ്സുകൾക്കാണ് പോകുന്നത്, ഏറ്റവും കൂടുതൽ പോകുന്നത്. അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകണം. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മുടെ ഈ രാജ്യത്ത് നടപ്പിൽ വന്നു. മുമ്പ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന നടപ്പിൽ വരുമെന്ന് പറഞ്ഞതാണ്, ഇപ്പം നടപ്പിൽ വന്നു. എന്താണ് മാറ്റം നിങ്ങൾ നോക്കുക. UG കോഴ്സുകളായ BA, BCom, BSc പോലുള്ള UG കോഴ്സുകൾ അഥവാ ഡിഗ്രി എന്ന് നമ്മൾ വിളിക്കുന്ന അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സുകൾ ഇതുവരെയും 3 വർഷമാണെങ്കിൽ ഈ വർഷം തൊട്ടത് 4 വർഷമായി മാറുക മാത്രമല്ല ചില പ്രത്യേകതകളുമുണ്ട്. അതായത് നിങ്ങൾക്ക് 1-ാം വർഷം BAയോ BComോ BScയോ കഴിഞ്ഞ് എൻട്രി ആൻഡ് എക്സിറ്റ് പ്രൊവിഷൻ ഉണ്ട്. അതായത് 1-ാം വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോകാം. നിങ്ങൾക്ക് കിട്ടുന്ന എന്താണെന്നറിയോ? സർട്ടിഫിക്കറ്റ് കിട്ടും. ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യാൻ നിങ്ങൾക്ക് അത് മതി. BComന് ഒരു കുട്ടി ചേരുന്നു, 1-ാം വർഷം കഴിഞ്ഞിട്ട് BCom കഴിഞ്ഞ് നമ്മൾ പൂർത്തിയാക്കിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, പാസ്സായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, പാസ്സായി എന്നുള്ള സർട്ടിഫിക്കറ്റും. അതുകൊണ്ട് ചെറിയ കോഴ്സ് കളിക്കാം. 2-ാം വർഷമാണ് നിങ്ങൾ പുറത്തേക്ക് പോകുന്നതെങ്കിൽ, കംപ്ലീറ്റ് ആക്കിയിട്ട് കേട്ടോ പോകുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഡിപ്ലോമയാണ് കിട്ടുന്നത്, കുറച്ചുകൂടി ബെറ്റർ ജോലി കിട്ടും. 3-ാം വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടും. പക്ഷേ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തൊഴിലെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഫർദർ സ്റ്റഡീസ് ചെയ്യണമെങ്കിൽ 4-ാം വർഷം ആയിട്ടുള്ള ഡിഗ്രി നിങ്ങൾ ചെയ്യണം. അത് മാത്രമല്ല, ഈ അക്ഷയ കേന്ദ്രത്തിൽ +2 കഴിഞ്ഞിട്ട് പിള്ളേരിങ്ങനെ നിന്ന് തിരിയുന്ന കണ്ടിട്ടുണ്ട്. കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടും. പക്ഷേ ഇത് അപ്ലൈ ചെയ്യാൻ, കോളേജിലേക്ക് അപ്ലൈ ചെയ്യാൻ അവർ ചോദിക്കും നിങ്ങൾക്ക് ഏതാ വേണ്ടത്, പ്രൊഫഷണൽ വേണോ, അതിൽ മറ്റേ എന്താ പറയുക BA, അതിൻ്റെ ഇവിടെ ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഓണേഴ്സ്, BA ഓണേഴ്സ് വേണോ അതോ BA പ്രൊഫഷണൽ വേണോ എന്ന് ചോദിക്കുമ്പോൾ പിള്ളേർക്ക് അറിയില്ല. നിങ്ങൾ ഈ ഹോളിൽ ഇരിക്കുന്ന ഒരാൾ പോലും അറിയാതിരിക്കരുത്. അതായത് പ്രൊഫഷണൽ BA ഓണേഴ്സ് പറഞ്ഞാൽ, അതായത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ, ഇപ്പോൾ ഇക്കണോമിക്സ് എടുക്കുന്നെങ്കിൽ ഈ ഇക്കണോമിക്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടത്. ലാംഗ്വേജിനോ അല്ലെങ്കിൽ മറ്റുള്ള സബ്സിഡറികൾക്കോ ഒന്നും, മൈനേഴ്സിനൊന്നും പ്രാധാന്യമില്ല. നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിനാണുള്ളത്. അപ്പോൾ ഈ 4-ാമത്തെ വർഷം എന്ന് പറയുന്നത് അത് കൂടുതൽ റിസർച്ച് ഓറിയൻറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ BA റിസർച്ച് എന്ന് പറയുന്ന 4 വർഷത്തെയുണ്ട്. അതാണെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് PhDക്ക് പോകാം. MA ചെയ്യേണ്ട കാര്യമില്ല, MCom ചെയ്യേണ്ട കാര്യമില്ല, MSc ചെയ്യേണ്ട കാര്യമില്ല. BA റിസർച്ച് 4 വർഷത്തെ BA റിസർച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് പരീക്ഷ ചെയ്തിട്ട് നേരിട്ട് ഇതിലേക്ക് പോകാം, PhDയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ വ്യത്യാസങ്ങൾ എന്ന് പറയാം. അപ്പോൾ BA ഓണേഴ്സും ഉണ്ട്, BA റിസർച്ചും ഉണ്ട്. പ്രൊഫഷണൽ ഞാൻ പറഞ്ഞ തെറ്റിയതാണ്. BA ഓണേഴ്സും അതുപോലെ BA റിസർച്ചും ഉണ്ട്, BCom ഉണ്ട്, BSc ഉണ്ട്. അപ്പോൾ ഈ മാറ്റം നിങ്ങൾ അറിയണം. ഏത് സമയത്ത്, അത് മാത്രമല്ല ഡ്യുവൽ ഡിഗ്രി നിങ്ങൾക്ക് പറ്റും. ഒരേ സമയത്ത് നിങ്ങൾക്ക് BA എടുക്കാം, വേണേൽ BSc എടുക്കാം, BCom എടുക്കാം, BA എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം കൂടി ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ PhD നമുക്കറിയാം, സാധാരണ BA കഴിഞ്ഞൊരു MAക്ക് പോകും, BCom കഴിഞ്ഞൊരു MComന്, BScക്കാര് MScക്ക്. ഇത് PG ആണ്. ഇത് 4 വർഷം എന്തിനാ ഇത് ചെയ്തെന്നറിയോ? ഈ മാറ്റം എന്താണെന്നറിയോ? അത് ആരോട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്ത് ഒരുമാതിരിപ്പെട്ട മിക്ക രാജ്യങ്ങളിലും UG എന്ന് പറഞ്ഞാൽ 3 വർഷമല്ല 4 വർഷമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബ്രിഡ്ജ് കോഴ്സുകൾ ചെയ്യേണ്ടി വരും. അവിടുത്തെ തുല്യമായിട്ട് ആക്കാൻ വേണ്ടി ചില കോഴ്സുകൾ ചെയ്താൽ മാത്രമേ PG കോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. നിങ്ങളിവിടെ UG കഴിഞ്ഞിട്ട് 4 വർഷത്തെ UG കഴിഞ്ഞിട്ട് ലോകത്തിൻ്റെ ഏത് രാജ്യത്ത് പോയി നിങ്ങൾക്ക് എന്തെടുക്കാം? PG എടുക്കാൻ പറ്റും. PG മിക്ക രാജ്യങ്ങളിലും എന്താണ് 1 ഇയർ ആണ്. ഇവിടെയും മിക്കവാറും അത് 1 ഇയർ ആകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. 1 ഇയർ ആകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ PhD ഡോക്ടറേറ്റ്. അപ്പം നിങ്ങൾ റിസർച്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് PG ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പോകാം, PhDയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഈ മാറ്റം നിങ്ങൾ അറിയണം. ഇനി ടീച്ചിങ്ങിനെ പറ്റി പറയാൻ കാരണം ടീച്ചിങ് എന്ന് പറയുന്ന മേഖല എല്ലാ വിഷയത്തിനും എന്ത് വേണം? ടീച്ചേഴ്സ് വേണ്ടേ?
വേണ്ടേ? ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്നവർക്ക് വേണം, MBA പഠിക്കുന്നവർക്ക് വേണം, ഏത് കോഴ്സ് പഠിക്കുന്നവർക്കും അതിൻ്റെ ടീച്ചേഴ്സ് വേണമെന്നുള്ള ബോധ്യം ഏറ്റവും കൂടുതലുണ്ട് ഈ കോവിഡ് കാലത്താണ്. ഓൺലൈനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും ടീച്ചേഴ്സുടെ ക്ലാസ്സും അതൊന്ന് വേറെ തന്നെയാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞൊരു കാലഘട്ടമാണ്. അതാ ടീച്ചേഴ്സ് ഏതൊക്കെ ലെവലിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആകാം. നിങ്ങൾക്ക് പ്രൈമറി ടീച്ചറാകാം, ഹൈസ്കൂൾ ടീച്ചറാകാം, ഹയർ സെക്കൻഡറി ടീച്ചറാകാം, കോളേജ് ടീച്ചർ. അപ്പോൾ യോഗ്യതകൾ വ്യത്യാസമുണ്ട്. ഇതിൽ ഈ പ്രൈമറി ടീച്ചറിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ്. പണ്ടത്തെ TTC ഇപ്പോൾ DED എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്, ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് പോകാം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയോ, ഇനി മുതൽ നിങ്ങൾക്കൊരു പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് UG വേണം, BA, BCom, BSc പ്ലസ് എന്ത് വേണം, DED വേണം. കാലക്രമത്തിൽ ഇത് നിർത്തിക്കളയുന്നുള്ള ഒരു ന്യൂസും കേൾക്കുന്നുണ്ട്. അതായത് ഈ TTC എന്നുള്ളത് DED എന്ന് പറഞ്ഞ് നിർത്തിക്കളയുന്നത് കേൾക്കുന്നത്. അതുകൊണ്ട് ഡിഗ്രി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ചോളാം. ഒരു കാര്യം മനസ്സിലാക്കണം, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് പോകാമെന്ന് ചില ഡിപ്ലോമ കോഴ്സുകളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം, 10ാം ക്ലാസ് പരീക്ഷ ഇനി എടുത്തു കളയും കാലക്രമത്തിൽ. ഈ +2 ആണ് അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്നത്. അതുപോലെ നിങ്ങളൊരു ഹയർ സ്റ്റഡീസിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മിനിമം ഡിഗ്രി എടുത്തിട്ട് വേണം മറ്റു കോഴ്സുകൾ, PG ഡിപ്ലോമയോ അല്ലെങ്കിൽ PG കോഴ്സുകളിലേക്ക് നിങ്ങൾ പോകാനായിട്ട്. കാരണം ഒരു ഡിഗ്രി ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കാര്യങ്ങളെപ്പറ്റി ഒരു വലിയൊരു പിക്ചറാണ് നിങ്ങൾക്ക് തരുന്നത്. എന്നിട്ടൊരു PG ഡിപ്ലോമ ചെയ്യുമ്പോഴോ PG ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അപ്രോച്ചാണ് നിങ്ങൾക്ക് നല്ലത്. ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ നമുക്കറിയാം UG + BEd ആണ്. ഇത് കൂടാതെ KTET എന്ന് പറഞ്ഞൊരു പരീക്ഷയും കൂടെ നമ്മൾ എഴുതണം. അത് എങ്കിൽ മാത്രമേ നമുക്ക് ടീച്ചേഴ്സ് ആകാൻ സാധിക്കുകയുള്ളൂ. ഹയർ സെക്കൻഡറി നിങ്ങൾ നോക്കൂ, 2026 മുതൽ ഏകദേശം 4-5 വർഷത്തെ കാലത്തേക്ക് ഇന്ന് ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകളൊക്കെ, ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിലും വർക്ക് ചെയ്യുന്ന അധ്യാപകരിൽ നല്ലൊരു ശതമാനം പടിയിറങ്ങിപ്പോവുകയാണ്. ഏകദേശം ഒരു 40 തൊട്ട് 50% അധ്യാപകരും 5-6-7 വർഷത്തിനുള്ളിൽ റിട്ടയർ ആയി പോവുകയാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് കയറിയവരാണ്, അവരൊന്നായിട്ട് പടിയിറങ്ങിപ്പോ. അപ്പോൾ ധാരാളം വേക്കൻസി എവിടെയുണ്ട്? ടീച്ചിങ് മേഖല. അതുകൊണ്ടാണ് ഞാൻ ടീച്ചിങ് പറഞ്ഞത്. ടീച്ചിങ് ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കൊന്നും അത് ഇഷ്ടമില്ല. കാരണം അവർക്കറിയാം ക്ലാസ്സിൽ അവരുണ്ടാക്കുന്ന പൊല്ലാപ്പ് എന്താണെന്ന് അവർക്കറിയാം, ടീച്ചേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്ന എത്രത്തോളം എന്നറിയാം. അതുകൊണ്ട് ടീച്ചിങ് പണ്ടത്തെ പോലെയല്ല, ചലഞ്ചിങ് ജോബാണ്. പോലീസിൻ്റെ പണി കൂടെ ഒപ്പം ചെയ്യണം. പക്ഷേ ഞാൻ ഡിസ്കറേജ് ചെയ്യാനായിട്ട് പറയുകയല്ല, ധാരാളം വേക്കൻസികൾ ഉണ്ടാകും. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു നിലവിൽ ഒരു 60,000 മുകളിലേക്ക് ഒരു ശമ്പളം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലഭ്യമാകും. നിങ്ങളൊക്കെ ആകുമ്പോൾ 1 ലക്ഷത്തിന് മുകളിലേക്കായിരിക്കും സ്റ്റാർട്ടിങ് ശമ്പളം. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച് ഒരു PG + BEd സെറ്റ് അഥവാ നെറ്റ്, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് UGC നടത്തുന്ന അത് പാസ്സായാൽ നിങ്ങൾക്ക് PSC പരീക്ഷ എഴുതി കയറാം. എയ്ഡഡിലാണെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും, അവർ ചോദിക്കുന്ന പൈസ കൊടുക്കും. പക്ഷെ എന്തായാലും നിങ്ങൾക്ക് വലിയ സാധ്യതകൾ ഹയർ സെക്കൻഡറി കാത്തുവെച്ചിരിക്കുന്നു. മര്യാദയ്ക്ക് പഠിച്ചു പോയാൽ നിങ്ങൾ പഠിച്ച് ഈ യോഗ്യതയൊക്കെ നേടിക്കഴിയുമ്പോഴത്തേനും PSC പരീക്ഷയ്ക്ക് എഴുതി നിങ്ങൾക്ക് ഗവൺമെൻറ് സർവീസുകളിൽ കയറാനായിട്ട് സാധിക്കും. കോളേജിൽ നമുക്കറിയാം PG + UGC നെറ്റ് ആണ് യോഗ്യത പറയുന്നത്. പക്ഷേ PhD അഭികാമ്യമാണ്. പല സ്ഥാപനങ്ങളും PhD ചോദിക്കാറുണ്ട്. ഗവൺമെൻറ്റിലും PhD കമ്പൽസറി അല്ല. PhD ഉണ്ടെങ്കിൽ നമുക്ക് ഇൻക്രിമെൻറ്റുകളൊക്കെ, സാലറിയിൽ ചില ഹൈക്കുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചിങ്ങിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്പറിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു മേഖലയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് താല്പര്യമുള്ള അതിനെപ്പറ്റി ചിന്തിച്ചോളുക. ഇനി നമുക്കറിയാം UG പഠിക്കാൻ, +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് UG പഠിക്കാനല്ലോ ഇന്ത്യയിൽ ഏറ്റവും നല്ലത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പലരും പറയാൻ പൊതുവേ അംഗീകരിച്ചൊരു കാര്യമാണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. കേന്ദ്രീയ സർവകലാശാല നമുക്കറിയാം, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇങ്ങ് കേരളത്തിൽ കാസർഗോഡുള്ള കേന്ദ്ര യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയാം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമ്മുടെ യൂണിവേഴ്സിറ്റിയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുള്ള പ്രത്യേകത നിങ്ങൾ അറിയണം. കാരണം അവിടുത്തെ സിലബസ് അപ് ടു ഡേറ്റ് ആണ്. അവിടുത്തെ ഇൻഡസ്ട്രീസ് ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം BCom ആണെങ്കിൽ അവിടുത്തെ BComൻ്റെ സിലബസ് തീരുമാനിക്കുന്നത് ടാറ്റ, ബിർള, അംബാനി, അദാനി ഒക്കെ പോലുള്ള ആൾക്കാരുടെ സജഷൻസ് നോക്കിയിട്ടാണ് അവരുടെ സിലബസ്. ഇത് അപ് ടു ഡേറ്റ് ആയിരിക്കും. അത് മാത്രമല്ല, എന്ത് തിയറിയും നിങ്ങൾ പഠിക്കുന്നു അതിൻ്റെ പ്രാക്ടിക്കലും കൂടെ ചെയ്തിട്ടാണ്. ഇവിടെ BCom കഴിഞ്ഞ് ഇഷ്ടംപോലെ പേരുണ്ട്. പക്ഷേ ഒരു അക്കൗണ്ട് കൊടുത്തെങ്കിൽ കീപ്പ് ചെയ്യുന്നവർ എത്ര പേരുണ്ട്? കൃത്യം അറിയാവുന്നവർ എത്ര പേര്? അവർക്ക് ട്രെയിനിങ് കിട്ടിയാൽ അവർ ചെയ്യുള്ളൂ. എന്നാൽ അവിടെ എങ്ങനെയല്ല, ഒരു കോഴ്സ് ഇറങ്ങി മുന്നോട്ട് വരുന്നയാളെ നേരെ വിളിച്ച് നിങ്ങൾക്ക് തൊഴിലിൽ കയറ്റാം, അവൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇതാണ് എൻ്റെ വ്യത്യാസം. അപ്പം അതുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടുമെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക. അതിന് ഒരു പരീക്ഷയുണ്ട്, COET. ഈ പരീക്ഷ വരാൻ കാരണം
മാർക്കിൻ്റെ ബേസിൽ മലയാളിക്ക് ഇഷ്ടംപോലെ കിട്ടിയിരുന്നു, മറ്റു സ്റ്റേറ്റുകാർക്ക് കിട്ടാത്ത അവസരത്തിലാണ് അവർ കംപ്ലൈൻറ്റ് ചെയ്തു. ഉടനെ ഒരു പരീക്ഷ ഏർപ്പെടുത്തി. പരീക്ഷ വന്നപ്പോഴത്തേനും നമ്മൾ പതുക്കെ മൂക്കുത്തി വീഴാൻ തുടങ്ങി. കാരണം ഒരു കോളേജിൽ 2-3 പേർക്കൊക്കെ മലയാളിക്ക് ഇപ്പോൾ കിട്ടുന്നുള്ളൂ പല കോളേജുകളിലും. അപ്പോൾ അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻട്രൻസ് ആ വിധത്തിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യണം. CET-ക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, അതിൻ്റെയൊക്കെ കോച്ചിങ്ങൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇതിന് 3 സെഷനാണുള്ളത്. സെഷൻ 1A എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്, ഇന്ത്യൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇപ്പോൾ ഉള്ളതാണ്. സെഷൻ 1B എന്ന് പറഞ്ഞാൽ അത് ഫോറിൻ ലാംഗ്വേജുകളാണ്. ഈ 2 എന്ന് പറയുന്നത് അതാണ് ഡൊമൈൻ സബ്ജക്റ്റുകൾ. ഏകദേശം 27 സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ, ഫിസിക്സും കെമിസ്ട്രിയും ഹിസ്റ്ററിയും പൊളിറ്റിക്സും എക്കണോമിക്സും അക്കൗണ്ടൻസി അടക്കമുള്ള 27 സബ്ജക്റ്റുകളാണുള്ളത്. അതിൽ നിങ്ങൾക്ക് 6 വരെ നിങ്ങൾക്ക് വേണേൽ തിരഞ്ഞെടുക്കാം, 6 സബ്ജക്റ്റുകൾ വരെ തിരഞ്ഞെടുക്കാം. ഞാൻ പറയുക അങ്ങനെയല്ല, 3 എണ്ണമാണ് ഞാൻ പറയുന്നത്. 3 എണ്ണം നന്നായിട്ട് പഠിച്ച് നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ എഴുതുക. ഇനി ചില യൂണിവേഴ്സിറ്റികൾ ജനറൽ ടെസ്റ്റും ആവശ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ പറയുമ്പോൾ ചില യൂണിവേഴ്സിറ്റി പറയും GK ജനറൽ, അത് സെക്ഷൻ 3 ആണ്. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്, പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. ഇനി ഒരു കാര്യം, ഈ ജനറൽ സ്റ്റഡീസിന് പോകുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോളൂ. ഈ കാലയളവിൽ ഇനിയുള്ളൊരു കാലത്ത് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസിനാണ് കൂടുതൽ പ്രാധാന്യം. എന്താണ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ? BA-യും MA-യും ഒരുമിച്ച്, BSc-യും MSc-യും ഒരുമിച്ച്, BCom-ഉം MCom ഒരുമിച്ച് പഠിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ മിനിമം 1 വർഷം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. ഉദാഹരണം, ടീച്ചേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു ജസ്റ്റ് ഒരു കാര്യം പറയാം. നമ്മുടെ കോഴിക്കോട് NIT നിങ്ങൾക്ക് അറിയത്തില്ലേ? അറിയാം. ഈ NIT-യിൽ നിങ്ങൾക്കറിയാമോ, അവിടെ 2 ബാച്ചുണ്ട്. ഇൻ്റഗ്രേറ്റഡ് B.Ed ഉണ്ട്. +2 കഴിഞ്ഞ് ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നവർ വെറുതെ BA-ക്കും BSc-ക്കും ഒന്ന് പോയിട്ട് സമയം കളയണ്ട. നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് B.Ed-ന് പോവുക. അപ്പോൾ എന്താണെന്ന് 1 വർഷം ലാഭിക്കാം. 4 വർഷത്തെ കോഴ്സ് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് 3 വർഷത്തെ ഡിഗ്രിയും 2 വർഷത്തെ B.Ed-ന് പകരം 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്ത് നിൽക്കാം. ഇനി PG കൂടെ വേണേൽ അഡീഷണൽ നിങ്ങൾ പഠിച്ചാൽ മതി, നമ്മൾ ഹയർ സെക്കൻഡറിയൊക്കെ പഠിക്കണമെങ്കിൽ. ഇത് ഇവിടെ അടുത്ത കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡുണ്ട്, അവിടെയുണ്ട് BA B.Ed ഉണ്ട്, BSc B.Ed ഉണ്ട്, BCom B.Ed ഉണ്ട്. MCom B.Ed അല്ല, BCom B.Ed ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊക്കെ അന്വേഷിക്കുക. ഞാൻ ഡീറ്റെയിൽ കൂടുതലായിട്ട് പറയാനായിട്ട് നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കടന്നു പോകാനാണ്. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പക്ഷേ ഇതൊരു കാര്യമുണ്ട്, ഐസർ മോഡലിലാണ് ഇതിൻ്റെ സിലബസ് ഉള്ളത്. റിസർച്ച് മേഖലയിലേക്ക് പോകാനുള്ളവർക്ക്, ടീച്ചറാകാനല്ല, ആ മേഖലയിൽ പോകാനുള്ളവർക്ക് ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് +2 കഴിഞ്ഞ് എൻട്രൻസ് ടെസ്റ്റ് MSc ബയോ സയൻസ് എന്ന് പറയുന്ന ബയോളജി, പിന്നെ ഫിസിക്സ് കെമിസ്ട്രി, ഇത് എല്ലാവർക്കും കോമൺ ആണ്. ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും സയൻസുകാർക്കൊക്കെ പോകാം. MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, പ്ലാനിങ്ങൊക്കെ ആയി ബന്ധപ്പെട്ട കുറച്ച് ഇക്കണോമിക്സും സോഷ്യോളജിയൊക്കെ വരുന്നതാണ്, പൊളിറ്റിക്സൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളാണ്. ഇനി ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. CUET എഴുതിയിട്ടാണ് ഇതിൽ പോകേണ്ടത്. ഇനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണും പൂട്ടി പറഞ്ഞോളൂ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയാണ്. 5 വർഷത്തെ കോഴ്സുകൾ, ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ, അത് MA ആണെങ്കിലും MSc ആണെങ്കിലും MCom ആണെങ്കിലും മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളാണെങ്കിലും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ഇവിടെയൊക്കെ നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് CUET വേണമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് CUET-ക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊള്ളുക. ഇതാരെന്നറിയാവോ? അറിയാവോ? മലയാളിയാണ്, ടെസ തോമസ്. അപ്പുറത്തിരിക്കുന്നത് ഒരു മിസൈലാണ് അല്ലേ, മിസൈൽ വനിത എന്നുള്ള പേരിൽ വിളിപ്പേരിൽ അറിയപ്പെടുന്നതാണ് ടെസ തോമസ്. മലയാളിയാണ്. നമ്മുടെ പല അഗ്നി പോലുള്ള പല മിസൈൽ പ്രോഗ്രാമിൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് കൊടുത്തെന്ന് മാത്രം. നോക്കൂ, ഒരു മേഖലയാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് പറയുക. ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും സയൻസുകാർക്കും മിക്സ് ചെയ്താണ് പറയുക. കാരണം ഒരു കാര്യമുണ്ട്, ഹ്യൂമാനിറ്റീസ് കാര്യങ്ങൾ പറയുമ്പോൾ കൊമേഴ്സുകാരും സയൻസുകാരും ബോറടിക്കേണ്ട. നിങ്ങളിത് കേൾക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധപ്പെട്ടവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയ്ക്ക് 3 തലങ്ങളുണ്ട്. അതിലൊന്നാണ് ഡിഗ്രി, BTech പോലെ BTech പോലുള്ള ഡിഗ്രി കോഴ്സുകളും, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഡിപ്ലോമ കോഴ്സുകളും, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന IT പോലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ ഡിഗ്രിയാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കറിയാം അതിന് 2-3 മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് കേന്ദ്രം നടത്തുന്ന JEE പരീക്ഷ. അതിന് 2 ഭാഗങ്ങളുണ്ട്. JEE മെയിനുമുണ്ട്, അഡ്വാൻസുമുണ്ട്. മെയിൻ പാസ്സായ 2.5 ലക്ഷം പേർക്കാണ് അഡ്വാൻസ് എഴുതാനായിട്ടുള്ള അവസരമുണ്ടാകുക. മെയിൻ പാസ്സായ മെയിൻ സ്കോർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് NIT-കളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. എന്നാൽ ടെക്നോളജിയുടെ അവസാന വാക്ക് എന്ന് പറയുന്ന IIT-യിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE അഡ്വാൻസ് സ്കോർ വെച്ചിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ ചില റിസർച്ച് സ്ഥാപനങ്ങളിൽ JEE അഡ്വാൻസും മെയിനും എന്തുണ്ട്, അത് അവർ പരിഗണിക്കുന്നുണ്ട്. നമ്മുടെ IISc പോലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഐസറിനെ ഒക്കെ അത് പരിഗണിക്കുന്നുണ്ട്.
ഇനി അടുത്തൊരു കാര്യമാണ് ബി ആർക്ക് എന്ന് പറഞ്ഞ കോഴ്സ്. നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ വേറെ ഡിഗ്രിയാണ് ബി ആർക്ക്, എഞ്ചിനീയറിംഗ് തന്നെയാണ്, പക്ഷേ അത് ആർക്കിടെക്റ്റ് ആകാനായിട്ടാണ്. അതിന് നാറ്റ എന്നുള്ളൊരു പരീക്ഷ എഴുതി നമുക്ക് അങ്ങനെ കയറാം. ഇനി അതല്ലെങ്കിൽ JEE മെയിൻ പ്ലസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റുകൾ എഴുതിയിട്ട് അത് IIT-കളിൽ ഖരഗ്പൂർ, റൂർക്കി അവിടെയൊക്കെ എന്തുണ്ട് ബി ആർക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് കൂടാതെ നമുക്ക് കേരളത്തിൽ ഇത് ചെയ്യണമെങ്കിൽ നമുക്കറിയാം നാറ്റ എന്നുള്ള പരീക്ഷ എഴുതിയിട്ട് വീട്ടിൽ കുത്തിരുത്താൽ പോരാ. എന്തിന് ചെയ്യണം? കീമിൽ രജിസ്റ്റർ ചെയ്യണം. അത് വളരെ ശ്രദ്ധിക്കണം. നാറ്റ പരീക്ഷ എഴുതിയിട്ട് കീമിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. ഇനി ഡിപ്ലോമ, ഡിപ്ലോമ ഞാൻ പറയുന്നുണ്ട്, ഇതിന് ശേഷം വരുന്നുണ്ട്, ഡിപ്ലോമ കോഴ്സുകൾ വരുന്നുണ്ട്. ഇനി മറൈൻ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ മാരിടൈം കോഴ്സുകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് JEE അഡ്വാൻസ് സ്കോർ വെച്ചിട്ട് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി വിശാഖപട്ടണമുണ്ട്, കൊൽക്കട്ടയുണ്ട്, അതുപോലെ തന്നെ ചെന്നൈ ഉണ്ട്. ഇങ്ങനെയുള്ള ഈ സ്ഥാപനം നിങ്ങൾ ബിടെക് ചെയ്യാനായിട്ട് സാധിക്കും. നേവൽ ആർക്കിടെക്റ്റ് പോലുള്ള കപ്പലുമായി ബന്ധപ്പെട്ട കടലുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ധാരാളമുണ്ട്. അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി നോക്കൂ, പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ്. നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ സാധനം അത് നമ്മൾ അല്ലെ പെട്രോ കെമിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ്. കാരണം ഹാനികരമാണെങ്കിൽ പോലും നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഈ ഹോളിൽ ഇരിക്കുന്ന സാധനങ്ങൾ എടുത്താൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനുഷ്യർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള പ്ലാസ്റ്റിക് അല്ലേ കസേരകളാണ്, അപ്പോൾ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ അതിൽ ബിടെക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സിപ്പറ്റ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമുണ്ട്. അതിനെല്ലാം JEE സ്കോറാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് സമയമില്ല മക്കളെ, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസ്സിംഗ്. നിങ്ങൾക്ക് ഫുഡ് നമുക്കറിയാം ഇപ്പം പാക്കറ്റ് ഫുഡിൻ്റെ കാലമാണ്. എല്ലാം ഇനി ഭാവിയിൽ നോക്കൂ, ഗുളിക രൂപത്തിലും ഒക്കെ ഇനി ഫുഡ് വരാൻ പോവുക. ഓക്കെ, നമുക്കൊരു മാസത്തിന് വേണ്ട ന്യൂട്രീഷൻ മുഴുവൻ ഒരു ഗുളിക കഴിച്ചാൽ ആകും എന്നുള്ളൊരു വിധത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാൻ പോവാണ്. അപ്പം അതിൽ വലിയ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിലെ ഫുഡ് പ്രോസസ്സിംഗ് ഇത് കോഴ്സുകൾ ചെയ്യാൻ ബിടെക് ചെയ്യാൻ ഏറ്റവും നല്ല തഞ്ചാവൂരുള്ള ഈ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി, IIFPT എന്നുള്ളതാണ്. അത് JEE മെയിൻ സ്കോർ വെച്ചിട്ടാണ്. ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് ഡിപ്ലോമയുടെ കാര്യം പറഞ്ഞു. ഡിപ്ലോമ പഠിക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥാപനമാണ് തലശ്ശേരിയിലും ബാംഗ്ലൂരും എറണാകുളത്തുമുള്ള NTTF എന്ന് പറഞ്ഞാൽ നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ. സ്വിസ് ഗവൺമെൻറ്റുമായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ട്. ഇവിടെ പഠിച്ചിറങ്ങിയ ഒരാളും വെറുതെ ഇരിക്കുന്നില്ല. വെറുതെ ഇരിക്കുന്ന പറഞ്ഞാൽ വെറുതെ ഇരിക്കണം എന്ന് ഓർത്തിരുന്നാൽ ഇരിക്കും, അല്ലാതെ തൊഴിൽ കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു ബന്ധു പഠിച്ചിട്ട് ഇപ്പം അദ്ദേഹം ജർമ്മനിയിലാണ്. ജർമ്മനി നല്ലൊരു കമ്പനിയിൽ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിപ്ലോമയാണ്. ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്, IT, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് പറയാൻ മെക്കാനിക്കലും ഇലക്ട്രോണിക്സ്. അതൊരു ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് മെക്കട്രോണിക്സ്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഡിപ്ലോമ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ഇത് നോക്കൂ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ. ഞാൻ നോക്കൂ, എൻ്റെ കരിയർ ഗൈഡൻസ് ക്ലാസ് അതിമിടുക്കർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ആവറേജുകാർക്കും ബിലോ ആവറേജുകാർക്കും ഒക്കെ പറ്റിയുള്ള കോഴ്സുകൾ ഞാൻ പറഞ്ഞുതരും. അതിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് സിഫ്നെറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അത് നമ്മൾ കൊച്ചിയിലുണ്ട്, ചെന്നൈയിലുണ്ട്, വിശാഖപട്ടണത്തുണ്ട്. നിങ്ങൾ 10ാം ക്ലാസ് മാർക്ക് വെച്ചിട്ടാണ്, പക്ഷേ സയൻസിനും മാത്സിനും 50% മാർക്ക് വേണം. എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് വെസൽ നാവിഗേറ്ററായിട്ടും മാറാൻ പറ്റും. ചെറിയ കപ്പലുകളൊക്കെ ഓടിക്കാൻ, ബോട്ടുകൾ ഓടിക്കാൻ, അങ്ങനെയൊക്കെ അത് പറ്റും. അതുപോലെ നിങ്ങൾ മറൈൻ ഫിറ്ററായിട്ട്, നമുക്കറിയാം മറൈൻ ഫിറ്റർ എന്ന് പറയുന്നത് ധാരാളം എണ്ണം ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് ഈ പഠനത്തിൽ വലിയ മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാർ എനിക്കൊന്നും പറ്റിയില്ല, എന്നെ ഒന്നിനും കൊള്ളിയല്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ കോഴ്സൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട. 10ാം ക്ലാസ് യോഗ്യത വെച്ചിരുന്നെങ്കിൽ പക്ഷേ +2 കഴിഞ്ഞിട്ട് പോവുക. കാരണം +2 ഇനി അടിസ്ഥാന സൗകര്യമായിട്ട് ഇപ്പം നാളെ ചെന്നിട്ട് +2 അങ്ങ് ഒഴിവാക്കിയേക്കാം, നമുക്ക് ഇതിന് പോകാമെന്ന് വിചാരിക്കേണ്ട. +2 അടിസ്ഥാന യോഗ്യതയായിട്ട് വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാവുന്നൊരു മേഖലയാണ്. ഇത് നോക്കൂ, ഈ ഡ്രൈവിംഗ്, ചില ആൾക്കാരുടെ പഠനം തീരെ പറ്റിയില്ല. ഡ്രൈവിങ്ങിൽ കൂടെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, ഇന്ന് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ധാരാളം വാഹനങ്ങളില്ലേ, ജീപ്പുകളും. ഹലോ, വർത്തമാനം പറയരുതേ, ഇവിടെ ശ്രദ്ധിക്കുക. ഈ കേരളത്തിലെ എല്ലാ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ വേറെ ബിസിനസ്സിൽ പോകരുത്. പോയി കഴിഞ്ഞാൽ നോക്കൂ, കുറഞ്ഞ സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ധാരാളം ഡ്രൈവേഴ്സ് ആവശ്യമുണ്ട്, ഡ്രൈവേഴ്സിനെ. അപ്പം ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാം. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഫാക്ട് അഥവാ FACT എന്ന് പറയും, വളമുണ്ടാക്കുന്ന ഫാക്ടം പേഴ്സ് പൊട്ടാഷ് പോലെ വളമുണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അവരൊരു ട്രെയിനിങ് കൊടുക്കും. ഹെവി വെഹിക്കിൾസ്, ഹെവി എക്യുപ്മെൻസും അതിൻ്റെ ഇത് പഠിപ്പിച്ച് അവർ എന്ത് കൊടുക്കും, ലൈസൻസ്, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കും. ട്രെയിലറുകൾ, അതുപോലെ വലിയ കണ്ടെയ്നർ ലോറികൾ, അതുപോലെ ക്രെയിനുകൾ, അങ്ങനെയുള്ള JCB, ഇതൊക്കെ ഇങ്ങനെയുള്ളതിലൊക്കെ ട്രെയിനിങ് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് 1-2 വർഷം ഇവിടെ ഇന്ത്യയിൽ ജോലി ചെയ്ത്, ചിലപ്പോൾ ഗൾഫിലൊക്കെ 1-2 വർഷം ജോലി ചെയ്ത്
കാനഡ, അമേരിക്ക പോലുള്ള രാജ്യം, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി തൊഴിൽ ചെയ്യുന്ന ധാരാളം പേർക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ നല്ല ഡ്രൈവേഴ്സ് ഇന്ത്യക്കാരായിട്ടുള്ള ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് പഞ്ചാബികളാണ്, അത് കഴിഞ്ഞാൽ പിന്നെ കേരളക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠനത്തിൽ തീരെ പിന്നോക്കം നിൽക്കുന്നവർ എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല, ഇങ്ങനെ തേരാപ്പാര നടക്കലാണ് എൻ്റെ പണി എന്നാരും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് പറ്റുന്ന ഒരു മേഖലയാണ് എന്ന് മനസ്സിലാക്കുക. ഇത് നോക്കൂ, അതായത് ഒരു വലിയ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ബിടെക് കഴിഞ്ഞിട്ട് ആൾക്കാർ തൊഴിൽ കിട്ടാൻ നടക്കുന്ന കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അത് കഥ വേറെയാണ്, അത് പിന്നെ ഞാൻ പറയാം, അത് പറയുമ്പോൾ പറയാം. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ടെക്നീഷ്യൻസിനെ കിട്ടാനായിട്ട് പഞ്ഞമുണ്ട്. അതുകൊണ്ട് പഠനത്തിൽ ഇത്തിരി പിന്നോക്കം നിൽക്കുന്നവർ, വലിയ മിടുക്കരല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് ബേസ് വെച്ച് +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ITക്ക് പോയിക്കൊള്ളുക. തന്ത്രം പറഞ്ഞു തരാം. ഇനിയൊരു തന്ത്രമുണ്ട്. +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാപനത്തിൽ ശമ്പളം നോക്കാതെ ഒരു 2 വർഷം നിങ്ങൾ ജോലി ചെയ്യണം. ശമ്പളം നോക്കരുത്. നിങ്ങൾ എന്തിനാ? നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾക്ക് ആ 2 വർഷം ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ പിന്നെ അവിടെ നിൽക്കരുത്. പണി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഗൾഫിലേക്ക് പോവുക. കാരണം എന്താണെന്നറിയോ? ലോകത്തിലെ മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ ധാരാളം ചാൻസുകൾ അവിടെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ബന്ധു പറയുകയാണ്, അതായത് അവൻ ഈ ഇൻഡസ്ട്രി മേഖലയിലുള്ളതാണ്. അതായത് സാംസങ് കമ്പനിയിൽ സർവീസ് നടത്താനായിട്ട് ടെക്നീഷ്യൻസിനെ കിട്ടാനില്ലെന്ന് പറഞ്ഞുള്ള വലിയൊരു പ്രതിസന്ധിയിലാണ് ഈ കമ്പനികൾ പലതും. അപ്പോൾ അതുകൊണ്ട് ITI ITC പോലുള്ള കോഴ്സുകൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നോക്കൂ. ഇവിടെ നോക്കൂ, ഇവിടെ തന്നെ ഞാൻ 7 ITകളുടെ ഇട്ടിട്ടുണ്ട്. വിമൺ IT കോഴിക്കോട് അടക്കം. ഇതെല്ലാം നമ്മുടെ കോഴിക്കോട് ജില്ലയിലുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലായി. ഇത് കൂടാതെ ധാരാളം പ്രൈവറ്റ് ITയിലുണ്ട്, ഇത് കൂടാതെ ITCകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ടെക്നീഷ്യൻസ് ആകാം. ഇത് നോക്കൂ, ഇപ്പോൾ ഇതിൻ്റെ ഒരു കാലമാണ്, ന്യൂജൻ കോഴ്സുകളുടെ കാലമാണ്. അതായത് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലുള്ളതിലൊക്കെ നല്ല താല്പര്യമുള്ളവർക്ക്, ഡാറ്റയുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞൊരു മേഖലയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അത് UGയിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ്, BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ടോ BSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞിട്ടോ ഒക്കെ പോകുന്ന, അല്ലെങ്കിൽ BA ഇക്കണോമിക്സ് കഴിഞ്ഞ് BSc ഇക്കണോമിക്സ് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് മാറാൻ പറ്റും. ഡാറ്റ അനലിറ്റിക്സ് ഒരു ഡാറ്റ സയൻസ് പറഞ്ഞൊരു മേഖല. നമുക്കറിയാം ഇന്ന് വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഓറിയൻറ്റഡ് ആണ്. ബിസിനസ് മുഴുവനും ഡാറ്റ ബേസ്ഡ് ആണ്. അപ്പോൾ അതിനെപ്പറ്റിയാണെങ്കിൽ 1 മണിക്കൂർ എനിക്ക് ക്ലാസ് എടുക്കാനായിട്ട് പറ്റും ഈ ഡാറ്റയായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ നിങ്ങൾക്കൊരു പ്രിലിമിനറി ഒരു ഐഡിയ മാത്രമേ തരുന്നുള്ളൂ. ധാരാളം സാധ്യതകളൊരു മേഖലയാണത്. അപ്പോൾ അത് നിങ്ങൾക്ക് പല സ്ഥാപനങ്ങളുണ്ട്. IIITMK ഉണ്ട്, അതുപോലെ തന്നെ CMI ചെന്നൈ മാത്തമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതുകൂടാതെ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണ്, അത് തിരുവനന്തപുരത്താണ്. അവിടെയൊക്കെ ഈ കോഴ്സുകളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം ആർട്ടിഫിഷ്യൽ AI ആൻഡ് മെഷീൻ ലേണിങ്ങിനൊക്കെ ധാരാളം വേക്കൻസികളുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് അറിയാം. അപ്പോൾ അതാണ്, നിങ്ങൾക്ക് നിരാശരാകേണ്ടി വരികയില്ല. അത് IISc IITs ബാംഗ്ലൂരു, ചെന്നൈ, ഹൈദരാബാദ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ. ഇത് കൂടാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. ധാരാളം യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഇതിൻ്റെ കോഴ്സുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടതായിട്ട് വരികയില്ല. ഇനി റോബോട്ടിക്സ്, ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സ്റ്റാർ ഹോട്ടലിലൊക്കെ ഇപ്പോൾ ഫുഡ് വിളമ്പുന്നത് മനുഷ്യരല്ല, മനുഷ്യൻ്റെ അതേ രൂപത്തിലുള്ള, പണ്ടത്തെ പോലെ ഈ എന്താ പറയുക, ഈ മെറ്റലായിട്ടുള്ള പീസുകൾ വെച്ചിട്ടുള്ള സംഗതിയല്ല, മനുഷ്യൻ്റെ അതേ സ്ട്രക്ചറിലുള്ള ആൾക്കാരാണ്. ഈ റോബോട്ടുകളാണ് ഇത് ഭക്ഷണം വിളമ്പുന്നത് പോലും. കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും, വൃത്തിയോടെ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ പണ്ട് പറയാതെ കളിയാക്കി പറയാതെ ബംഗാളി വിരലിട്ട ചായ എന്നൊക്കെ പറയായിരുന്നു. ഇതിപ്പോൾ ഒന്നുമല്ല, ഇനിയിപ്പം എന്താണ്, റോബോട്ട് വിരലിട്ട ചായയാണ് ഇനി നമ്മൾ കുടിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലേക്ക് ഇത് വരികയാണ്. അപ്പോൾ AIയുടെ കാര്യം പറയുമ്പോൾ ഇന്ന് ലോകത്ത് പല സ്ഥലത്തും ടാക്സികൾ AIയുടെ സഹായത്തോട്, സെൻസറിൻ്റെ സഹായത്തോട് ഓടുന്നത് അപകടം വളരെ കുറവാണ്. ഇനി വരാൻ പോകുന്നത് ഡ്രോൺ മോഡലിലുള്ള പൈലറ്റ് വിമാനങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈലറ്റൊക്കെ ആകാനായിട്ട് വലിയ താല്പര്യത്തോടെ ഇരിക്കുന്ന ആൾക്കാർ നല്ലപോലെ ഇത് ചിന്തിച്ചു കൊള്ളുക. അപ്പോൾ അതുകൊണ്ട് ഇനി അത് അധികം താമസമില്ല. നമ്മളൊരു 10 വർഷം അപ്പുറത്തേക്കല്ല ഞാൻ പറയുക, ഒരു 3-4 വർഷത്തിനുള്ളിലാണ് ഇതൊക്കെ മാറ്റങ്ങൾ വരാൻ പോകുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ പറ്റും, പക്ഷെ അത് നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. അതിവിടെ നമ്മുടെ കോഴിക്കോട് സ്ഥാപനമുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ആണ്, ടെക്നോളജിയാണ്. NIELIT എന്നുള്ള സ്ഥാപനം. അത് നമ്മുടെ NITയുടെ ആ ഭാഗത്തായിട്ടാണ് ഉള്ളത്. സൈബർ സെക്യൂരിറ്റി പഠിക്കാം, എത്തിക്കൽ ഹാക്കിംഗ്, ബ്ലോക്ക് ചെയിൻ, ക്രിപ്റ്റോ കറൻസി, ഇത് ബിറ്റ് കോയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇതൊക്കെ ഈ ന്യൂജൻ കോഴ്സുകളാണ്. ഇത് പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് ആവറേജുകാർക്കുള്ളതല്ല, മിടുക്കർക്കും അതിമിടുക്കർക്കും ഉള്ളതാണെന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നോക്കൂ, ഇതെല്ലാവർക്കും പോകാം, ഹ്യൂമാനിറ്റീസുകാർക്കും കോമേഴ്സുകാർക്കും പോകാം. കേസില്ലാത്ത വക്കീലന്മാരുള്ള കാലമുണ്ടായിരുന്നു. ഇന്ന്
ഇന്ന് കെട്ടിക്കിടക്കുന്ന കേസുകൾ, ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കണമെങ്കിൽ കുറഞ്ഞത് 10 വർഷം വേണമെന്നാണ് ഒരു കണക്ക്. 10 വർഷം കഴിഞ്ഞാലേ ഇപ്പം കെട്ടിക്കിടക്കുന്ന കേസുകൾക്ക് തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അത്രയും കേസുകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ FS നരിമാൻ പോലെ, അതേ മരിച്ചുപോയി, അതുപോലെ ചില വക്കീലന്മാർക്ക് കിട്ടുന്ന എങ്ങനെയെന്നറിയോ, 3-4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാദത്തിന് അവർക്ക് കിട്ടുന്നത് 10 ലക്ഷം രൂപയും അതിലധികമാണ്. അങ്ങനെ ആയിരക്കണക്കിന് വക്കീലന്മാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നല്ല വക്കീലായി കഴിഞ്ഞാൽ കൈ നിറയെ പണമുണ്ട്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനോട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇതാകാം നോക്കൂ. +2 കഴിഞ്ഞിട്ട് പോകാം, ഡിഗ്രി കഴിഞ്ഞിട്ട് പോകാം. ഞാൻ +2 കഴിഞ്ഞിട്ടുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. 5 വർഷത്തെ LLB ആണ്. അത് BA LLB ഉണ്ട്, BCom LLB ഉണ്ട്, BBA LLB ഉണ്ട്, BSc LLB. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 5 വർഷമാണ്. അത് എങ്ങനെയൊക്കെ പോകാം. അതിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞത് ഇതാണ്. ക്ലാറ്റ് എന്ന് പറഞ്ഞ പരീക്ഷയാണ്. കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റാണ് ക്ലാറ്റ്. അതിനകത്ത് ഒരു പേപ്പർ മാത്തമാറ്റിക്സ് ഉണ്ട്. 10ാം ക്ലാസ്സിലുള്ള മാത്തമാറ്റിക്സ് ആണ്. പക്ഷേ അത് മാത്രമേ ഉള്ളൂ. സയൻസുകാർക്കാണ് കൂടുതൽ ഇത് കിട്ടുന്നത് ക്ലാറ്റ്. ഇന്ന് ഇന്ത്യയിലെ വളരെ പ്രമുഖരായ പല വക്കീലന്മാരും ന്യായാധിപന്മാരും ക്ലാറ്റ് പരീക്ഷയ്ക്ക് എഴുതി അവർ LLB ചെയ്തവരാണ്. ഇന്ത്യയിൽ 18ഓളം നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലുണ്ട്. നാഷണൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, ന്യൂ വാൽസ് കൊച്ചിയിലുണ്ട് ഒരു യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ക്ലാറ്റ് പരീക്ഷ ചെയ്തിട്ട് പോകാം. ഇനി ഇത് പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം ക്ലീ എന്നൊരു പരീക്ഷയുണ്ട്. ക്ലീ എന്ന് പറഞ്ഞാൽ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നതാണ്. ഇത് +2 കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തെ ഗ്യാപ്പ് കിട്ടും. ക്രാഷ് കോഴ്സുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. നമ്മുടെ വെളിമാട് കുന്നുള്ള അല്ലെങ്കിൽ എൻജിക്കോട്ടസിലുള്ള ലോ കോളേജ് പോലുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. LLBക്ക് 5 വർഷത്തെ LLBക്ക് അഡ്മിഷൻ കിട്ടും. ഡിഗ്രി കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. ഇത് കൂടാതെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹി AILT ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് എഴുതിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് പോകാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കോടതിയിൽ പോയി വാദിക്കാതെ തന്നെ പൈസ ഉണ്ടാക്കാനായിട്ട് ഒരു വക്കീലിനെ സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു സ്ഥലം വാങ്ങിച്ചാൽ നിങ്ങൾ അതിൻ്റെ പേപ്പേഴ്സ് കൊടുക്കുന്നത് ആർക്കാ? വക്കീലിനെ കാണിക്കുന്നത്. പണ്ട് എഴുത്തുകാരെ കാണിക്കുമായിരുന്നു. ഒരു വീട് വെക്കാനായിട്ട് അതിന് മുന്നേ നിങ്ങൾ അതിൻ്റെ ലോണ് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ പേപ്പേഴ്സ് കൊടുക്കുമ്പോൾ ബാങ്ക് അതുകൊണ്ട് കൊടുക്കുന്ന ആർക്കാ? വക്കീലാണ് കൊടുക്കുന്നത്. ഒരു അരമണിക്കൂറിൽ ഇത് വായിച്ച് നോക്കിയിട്ട് ഒരു നോട്ട് എഴുതി കൊടുക്കും. അരമണിക്കൂർ അവർക്ക് വേണ്ട, ലോ പോയിന്റുകൾ എഴുതി കൊടുക്കും. കൊടുക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന മിനിമം രൂപ 10,000 രൂപയാണ്. വെറും അരമണിക്കൂറത്തെ വർക്കിനെ കിട്ടുന്നതെന്ന് ഓർക്കണം. ഒരു കോടതിയിൽ നമ്മൾ വാദിക്കാൻ പോയിട്ടില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് വക്കീലായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് ഡിസ്ട്രിക്ട് ലെവല്, അതുപോലെ സ്റ്റേറ്റ് ലെവല്, നമുക്ക് ഹൈക്കോർട്ട്, പിന്നെ സുപ്രീം കോർട്ട്, അങ്ങനെ പോകാം. ഇത് കൂടാതെ കമ്പനികളുടെ ലീഗൽ അഡ്വൈസറായിട്ട്, ലോ ഓഫീസറായിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും പറ്റും. ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും സയൻസുകാർക്കും പറ്റുന്നതാണ്. ഇനി കൊമേഴ്സുകാർ ഞാൻ ഓൾറെഡി പറഞ്ഞു. കൊമേഴ്സിൽ 2 മേഖലകളാണുള്ള, അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, അടുത്തത് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്. നമുക്ക് ആദ്യം ഇത് നോക്കാം. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിൽ ഏറ്റവും സിമ്പിളും എന്നാൽ ഏറ്റവും നല്ലത്, നമ്മൾ പറയില്ലേ നത്തോലി ചെറിയൊരു മീനല്ല, ഒരു പടവില്ലേ, അതുപോലെ ഞാൻ പറയുന്നു BCom ചെറിയൊരു കോഴ്സല്ല. BCom നല്ലൊരു കോഴ്സാണ്. പക്ഷെ പഠിക്കേണ്ടതുപോലെ പഠിക്കേണ്ട സ്ഥാപനത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് പാട്ടും പാടി, നമ്മൾ പറയും നാടൻ ഭാഷ പറയും, പാട്ടും പാടി ഒരു 40,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. പക്ഷെ BCom ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം, ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ടാലി പോലുള്ള ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കണം. അല്ലാതെ വെറുതെ BCom പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ളവരാണ് ഈ തേരാപ്പാര നടക്കുന്നത്. ജോലിയില്ല എന്ന് പറഞ്ഞ് ചെറിയ സാധനം പൊതിഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് കടകളിൽ നിൽക്കുക, അല്ലെങ്കിൽ മാളുകളിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ശരിയായ വിധത്തിൽ നല്ല സ്ഥാപനം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയിക്കോളൂ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ശ്രീരാം കോളേജ്, ലേഡി ശ്രീരാം കോളേജ്, അങ്ങനെ കോളേജുകളൊക്കെ ഈ BComന് വളരെ 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 എന്താ പറയുക, പ്രസിദ്ധിക്കട്ട സ്ഥാപനങ്ങളാണ്. അപ്പം അതുകൊണ്ട് BCom പഠിക്കുമ്പോൾ BCom നല്ലൊരു കോഴ്സാണ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ മസ്റ്റാണ്. ഇനി ഇതിൻ്റെ ചാർട്ടേഡ് കോഴ്സുകളാണ് CA, ACCA, ACA, CPA എന്നൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയുന്നുണ്ട്, വേറൊരു ഫയൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. നിങ്ങൾക്ക് ഒരു അക്കൗണ്ടൻ്റ് ആകാം. ആരാണ് പോകേണ്ടത് ഈ കോഴ്സുകൾക്ക്? +2 പഠിക്കുമ്പോൾ, കൊമേഴ്സ് പഠിക്കുമ്പോൾ അക്കൗണ്ടൻസി എളുപ്പമായിട്ടുള്ള ഇഷ്ടം തോന്നുന്നവരാണ് ഇതിലേക്ക് പോകേണ്ടവർ. ഇനി അല്ലാത്തവർക്ക് കൊമേഴ്സ് മേഖലയിൽ ധാരാളം വെറൈറ്റി ആയിട്ടുള്ള ജോലികൾ കിട്ടുന്ന ഒരു ഇതാണ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്. BA കഴിഞ്ഞ്, BCom കഴിഞ്ഞ്, BSc കഴിഞ്ഞ്, BSc നഴ്സിംഗ് പോലും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് MBAക്ക് പോകാൻ പറ്റും. ചിലർ പറയും ഒരു കൊമേഴ്സ് പഠിച്ചാൽ മാത്രം MBAക്ക്. അങ്ങനെയല്ല. നിങ്ങൾ ഏത് UG കോഴ്സ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എൻട്രൻസ്, മാറ്റ്, GMAT പോലുള്ള എൻട്രൻസ് ടെസ്റ്റുകൾ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്താ പോകാൻ പറയും MBA. കൊതിപ്പിക്കാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കോഴിക്കോട് ഒരു IIM ഇല്ലേ, കോഴിക്കോട് കുന്നമംഗലത്ത്, എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവിടെ ഒരു 2-3 വർഷം മുമ്പ് മനോരമയിൽ വന്ന ഒരു വാർത്തയാണ്.
ഒന്നാം വർഷം MBA കഴിഞ്ഞ്, MBA എന്നല്ല അവിടെ പറയുക, അവിടെ PGP എന്നാ പറയുക, MBA എന്നല്ല വിളിക്കുക, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം. MBA തന്നെയാണ്, MBA തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ചേരാം, കാറ്റ് പരീക്ഷ എഴുതിയിട്ടാണ് കേട്ടോ. അവർ ഒന്നാം വർഷം MBA കഴിഞ്ഞിട്ട് 2 മാസത്തെ വെക്കേഷൻ ഉണ്ട്. ഈ 2 മാസത്തെ വെക്കേഷന് കമ്പനികൾ വന്ന് ഇവരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോവുക. ശമ്പളം കൊടുക്കുന്നത് എത്രയാണെന്നറിയാവോ? 3 ലക്ഷം രൂപ. ഒന്നാം വർഷം MBA കഴിഞ്ഞിട്ടുള്ളൂ, PGP കഴിഞ്ഞിട്ട് 2ാം വർഷത്തേക്ക് പോയിട്ടില്ല. അന്ന് ഇവർ മിടുക്കരാണെന്ന് തെളിയിച്ചാൽ ഇതേ കമ്പനികൾ തന്നെ ലക്ഷങ്ങൾ കൊടുത്ത് മാസം അല്ലെങ്കിൽ ഇയർ അവർ ഓഫർ ചെയ്തുകൊണ്ട് ഇവരെ കുത്തിക്കൊണ്ട് പോകും. അതിലിങ്ങനെ ബർമൂടയൊക്കെ ഇട്ട് ആണും പെണ്ണും ഒക്കെ നടക്കുന്ന കാണാം. നമുക്ക് വളരെ നിസാരരെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ മണിമുത്തുകളാണ്. വരും കാലത്ത് ലക്ഷങ്ങളും കോടികളും നേടാനായിട്ടുള്ള ആൾക്കാരാണ്, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണ് അതുള്ളത്. അപ്പോൾ അതുകൊണ്ട് മക്കളെ, അത് നല്ലൊരു മേഖലയാണ്. അത് നിങ്ങൾക്കത് ഈ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ്, അതിന് നിങ്ങൾക്ക് ബിസിനസ് മാനേജർ ആണെങ്കിൽ MBA പോകണം, ടൂറിസം മാനേജർ MTA MTM പോലുള്ളത് ചെയ്യണം. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ട് CMA എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. CMA പറ്റി പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ഇന്ത്യനുമുണ്ട് അമേരിക്കനുമുണ്ട്. +2 കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് BCom വിത്ത് CMA അമേരിക്കൻ CMA ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ CMA ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പേപ്പേഴ്സ് വളരെ കൂടുതലായിട്ടുണ്ട്. അതിനെപ്പറ്റി പിന്നീട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ CS കമ്പനി സെക്രട്ടറി, ഇതൊക്കെ ഈ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മേഖലയിലാണ്. ഇത് നോക്കൂ, ഈ CA CMA CS ഇത് നമ്മൾ പ്രീമിയം കോഴ്സ് എന്നാണ് പറയുക. പ്രീമിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒന്നാം തരം എന്നുള്ള വിധത്തിലാണ്. ഇത് ആരും നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ആരോടും പോയി ചോദിക്കേണ്ട CA പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, സ്കോപ്പ് ഉണ്ടോ, CMA പഠിച്ചിട്ട് കാര്യമുണ്ടോ, അത് ചോദിക്കണ്ട. കാരണം എന്താ അറിയോ, 100 പേരെ ആവശ്യമുണ്ടെങ്കിൽ 60 പേരെ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത് മാത്രമല്ല CA CMA CS PG കോഴ്സുകളും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്ത പോലെയാണ്. ഇതിപ്പോൾ ഒരു CA കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് PhDക്ക് പോകാം. അപ്പോൾ ഇത്രയും സാധ്യതകളുള്ളതാണ്. അപ്പോൾ അത്രയും സാധ്യതയുണ്ട്. ഇതിന് CA പറഞ്ഞു കഴിഞ്ഞാൽ CAക്ക് 3 ഘട്ടങ്ങളാണുള്ളത്. +2 കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ പരീക്ഷ എഴുതാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 8 മാസത്തെ കോഴ്സ് സ്റ്റഡി കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റിലേക്ക് പോകാം. അവസാനം ഫൈനൽ പരീക്ഷ എഴുതാം. ഏകദേശം ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. CAക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. 20 പേപ്പറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 16 പേപ്പറുകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് CA നിങ്ങൾക്ക് അതാണ്. ഇന്ത്യയിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ CA ആണ് നല്ലത്. വിദേശത്താണെങ്കിലും പിന്നീട് പറയുന്നുണ്ട്. CMA എന്ന് പറയുക കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട് ആണ്. ഇന്ത്യൻ ആണ് കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട്. മറ്റത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ അത് അമേരിക്കയാണെങ്കിൽ 2 പേപ്പറേ ഉള്ളൂ. അത് ഡിഗ്രിയാണ് അതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടന്റ് ആകാനായിട്ട് സാധിക്കും. ഇന്ത്യയിലാണെങ്കിൽ CA തന്നെയാണ് നല്ലത്. പിന്നെ CS എന്ന് പറഞ്ഞാൽ കമ്പനി സെക്രട്ടറിയാണ്. ഒരു കമ്പനിയുടെ A to Z, അതായത് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എന്താണെന്നറിയോ, ഇത് പാസ്സാകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. കമ്പനി നിയമങ്ങൾ ആർട്ടിക്കിൾ ബൈ ആർട്ടിക്കിളായിട്ട് പഠിക്കണം. അതിൻ്റെ കൂടെ ഒരു LLBയും കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, വളരെ നിങ്ങളെ കൊത്തിക്കൊണ്ട് പോകും. എന്ന് പറഞ്ഞാൽ 5 കോടിയിലധികം വിറ്റുവരവുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരു കമ്പനി സെക്രട്ടറി മസ്റ്റായിട്ട് വേണമെന്നാണ്. പക്ഷേ ഇപ്പം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു കമ്പനി സെക്രട്ടറിയെ വെച്ചിട്ടാണ് പല കമ്പനികൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കുണ്ട്, പക്ഷേ അത് നമുക്ക് പറയാനുള്ള സമയമില്ല. ഇത് നോക്കൂ, ഇന്ത്യയിലെ ആദ്യത്തെ അന്ധയായ CA-കാരിയാണ് രജനി ഗോപാൽ. അപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുക, കഴിവുകെട്ടവരെന്ന് ഒരു കാലത്ത് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ കഴിവുകെട്ടവരല്ല, ഭിന്നശേഷിയുള്ളവരാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തൊരാൾ കാണുക, പ്രേമ ജയകുമാർ. ഇതാ നോക്കി, ഈ അഡ്രസ്സൊക്കെ നിങ്ങൾ നോക്കുക. ഇത് അച്ഛനാണ്, ഓട്ടോ ഡ്രൈവറാണ്. ഈ ഓട്ടോ സ്വന്തമല്ല. രാവിലെ ഓട്ടോ എടുത്തിട്ട് വൈകുന്നേരം ഓട്ടോയുടെ ഇത് കൊടുക്കണം, അതിൻ്റെ വാടക കൊടുക്കണം. അങ്ങനൊരു കുടുംബത്തിന് ഇവർ താമസിക്കുന്നത് മുംബൈ ചേരിയിലാണ്. സ്ലം ചേരി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. അതായത് വീടെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് വലിച്ചു കയറി അത് മറച്ചിട്ടാണ് വീട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന പ്രേമ ജയകുമാറാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് CAക്ക് ഇന്ത്യയിൽ 1ാം റാങ്ക്. നിങ്ങളൊന്ന് ആലോചിക്കേ, 1ാം റാങ്കാണ്. അപ്പം നമ്മൾ ഈ ജീവിത സാഹചര്യം ഒന്നുമല്ല പറയേണ്ടത്. ജീവിത സാഹചര്യങ്ങളല്ല നമ്മളെ പിന്നോട്ടടിക്കേണ്ടത്. ജീവിത സാഹചര്യങ്ങളല്ല, നമ്മൾക്കൊരു പാഷൻ, ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു വില്ലുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തിപ്പെടണമോ അവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കും. പൗലോ കൊയ്ലോ പറഞ്ഞ കാര്യം അത് വെറുതെയല്ല. പല പ്രാവശ്യം നമ്മളത് കേട്ടിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചാൽ, അതിയായി ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മറ്റുള്ളവരെ അറിയിക്കണം നിങ്ങളുടെ ആഗ്രഹം. ഇപ്പം തന്നെ എത്രയോ സാമ്പത്തികമില്ലാത്ത മക്കളെ നാട്ടുകാർ പഠിപ്പിക്കുന്നുണ്ട്, പല സംഘടനകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, ജീവിത സാഹചര്യങ്ങളല്ല നമ്മളെ പിന്നോട്ടിരിക്കുന്നത്. നമ്മുടെ ശത്രു എവിടെയാണെന്നറിയാവോ? എവിടെയാ നമ്മുടെ ശത്രു? നമ്മുടെ ഉള്ളിലാണ്. മടി എന്ന ഒരു ശത്രുവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അല്ല, പുറത്തുള്ള ശത്രുക്കൾക്ക് നമ്മളെ കൂടുതൽ പരിക്കേൽപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ശത്രുവാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഫോറിൻ കോഴ്സുകളാണ് കേട്ടോ, അക്കൗണ്ടിങ് കോഴ്സുകൾ. ACCA നമുക്ക് ഇന്ത്യയിൽ തന്നെ ചെയ്യാം. നമ്മുടെ കോഴിക്കോട് തന്നെ കോച്ചിങ് ഉണ്ട്. വിദേശ രാജ്യ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ACCA. നല്ലതാണ്, കുറച്ചുകൂടെ സിമ്പിളാണ്. CA കഴിഞ്ഞ് സിമ്പിളാണ്, പേപ്പേഴ്സും കുറവാണ്. ACA അതുപോലെ തന്നെ UK യുടെയാണ്.
അതിൽ സിമ, നമ്മുടെ CMA പോലെ UK സിമയുണ്ട്, CMA അമേരിക്കയുടെ US ഉണ്ട്, നമ്മുടെ CA പോലുള്ളതാണ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്, അഥവാ അത് നമ്മുടെ CAക്ക് തുല്യമാണ്. ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ത്യയിൽ പഠിച്ച് നിങ്ങൾക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദേശ രാജ്യം ചെയ്യാം. ഇത് നോക്കൂ, മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാൽ പോലും ഒന്നും കൂടെ പറയുകയാണ്. MBA +2 കഴിഞ്ഞ് പോകാൻ പറ്റും. 5 വർഷത്തെ MBA. മുമ്പ് 3 IIMകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം 5 IIMകളുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് IIM ജമ്മുവിലുണ്ട്. IIM ഇൻഡോർ, റോത്തക്ക്, റാഞ്ചി, ജമ്മു, ബോധ് ഗയ, ഇവിടെയൊക്കെ IP മാറ്റ് എന്ന് പറഞ്ഞ ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട്. +2 കഴിഞ്ഞ് നിങ്ങൾക്ക് എഴുതാം, അതിനുവേണ്ടി കോച്ചിങ് പോകാം. ഞാൻ സ്ഥാപനങ്ങളുടെ പേര് പറയുന്നില്ല, കോഴിക്കോട് പല സ്ഥാപനങ്ങളും അതിന് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് 5 വർഷത്തെ MBAക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് IIM, ഇപ്പോൾ കോഴിക്കോട് പോലുള്ള IIMകളാണ് പോകുന്നതെങ്കിൽ, +2 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് CAT എന്നുള്ളൊരു പരീക്ഷ, കോമൺ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പരീക്ഷ എഴുതിയിട്ട് വേണം, അതിൻ്റെ സ്കോർ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങളുടെ തന്ത്രം എന്താ ചെയ്യേണ്ടത്? BComനോ BAക്കോ BSCക്കോ ചേരുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ കോച്ചിങ്ങിന് പോയിക്കൊള്ളുക. 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾ മണിമുത്തുകളായി മാറും. നിങ്ങൾക്ക് ഈ CAT പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഇതിലേക്ക് പോകാൻ പറ്റും. മാറ്റേജ്, ഇതെല്ലാം എൻട്രൻസ് ടെസ്റ്റുകളാണ് കേട്ടോ, MBAക്കുള്ള എൻട്രൻസ് ടെസ്റ്റുകളാണ്. ഇനി ഹോട്ടൽ മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചോളൂ. ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു മേഖല ഈ കോവിഡ് കാലത്ത് കുറച്ച് സെറ്റ് ബാക്ക് ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പേര് എംപ്ലോയ് ചെയ്യുന്ന ഒരു മേഖലയാണ്. അതിൽ നിങ്ങൾക്ക് ഡിഗ്രി എടുക്കാം, ഡിപ്ലോമ എടുക്കാം. ഡിപ്ലോമയെ പറ്റി ഞാൻ പറയുന്നില്ല, ഡിഗ്രിയെ പറ്റി പറയാം. അതായത് ബാച്ചിലർ ഹോട്ടൽ BHM അഥവാ BSc ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി കോഴ്സുകളാണ്. അതിന് നിങ്ങൾക്ക് നല്ല സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ JEE 2, സയൻസുകാരുടെ JEE അല്ല, ഇത് JEE 2 ആണ്. ആ എൻട്രൻസ് എഴുതിയിട്ടാണ് പോകേണ്ടത്. നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. ഇവിടെ നമ്മുടെ വെസ്റ്റ് ഹില്ലിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ JEE സ്കോർ വെച്ചിട്ടാണ്. മൂന്നാർ കാറ്ററിംഗ് കോളേജ്, നമ്മുടെ റിമി ടോമി അഡ്വർടൈസ്മെൻറ്റ് തരുന്നില്ലേ, ആ സ്ഥാപനത്തിൽ JEE 2 സ്കോർ വെച്ചിട്ടാണ്. നമ്മുടെ ഇവിടെ ഓറിയൻ്റൽ സ്കൂൾ, വയനാട്ടിലേക്ക് ചുരം കയറി ചെല്ലുമ്പോൾ ഒരു ഇതുണ്ട്, അവിടെയൊക്കെ ഡിഗ്രി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ JEE 2 സ്കോർ വെച്ചിട്ടാണ്. ധാരാളം സാധ്യതകളുള്ളതാണ്. ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻസ് പലതും ഉണ്ട്. അതിലേക്ക് ഇതൊക്കെ നമ്മൾ കുറേ സമയമെടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ഭാഗങ്ങളാണ്, പക്ഷേ നമുക്ക് സമയമില്ല. ഇനി ടൂറിസം മാനേജ്മെൻറ്റിൽ ഏറ്റവും നല്ല കേരളത്തിലെ കിഡ്സ് എന്ന് പറയുന്ന സ്ഥാപനം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് ആണ്. കിഡ്സ് തിരുവനന്തപുരമാണ് അതിൻ്റെ മെയിൻ ക്യാമ്പസ് ആയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് MTA അഥവാ MTM ചെയ്യാം. ഈ ടൂർ ഓപ്പറേറ്ററായിട്ട് ടൂർ കണ്ടക്ട് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ MTA PG കോഴ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ BA ലെവലിൽ നിങ്ങൾക്ക് ടൂറിസം പഠിച്ചിട്ട് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല കോളേജുകളിലും അതുണ്ട്. നമ്മുടെ പുൽപ്പള്ളിയിലെ പഴശ്ശിരാജ കോളേജ് അടക്കം ഉണ്ട്. ഇനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല MBA, ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട MBA കൊടുക്കുന്നത് IITTM ആണ്. അത് ഗ്വാളിയർ, ഭുവനേശ്വർ, നോയിഡ, നെല്ലൂർ, ഗോവ, ഇവിടെയൊക്കെ ക്യാമ്പസ് ഉണ്ട്. ഇതൊക്കെയാണ്. ഇനി നോക്കൂ, വരും കാലത്തെ കോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നു ഇൻഷുറൻസ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇൻഷുറൻസ് ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി പലതിനും. പക്ഷെ വണ്ടി നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞാൽ ഇപ്പോൾ ഓപ്ഷനിലാണ്. ഇനി അത് ഓപ്ഷനല്ല, അത് സ്ഥിരമാകാൻ പോകും. പറയുക എല്ലാവർക്കും കമ്പൽസറി ആകാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ബില്ല് പാസ്സാക്കാനായിട്ട് റെഡിയായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇരിപ്പുണ്ട്. അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ധാരാളം സ്ഥാപനങ്ങൾ, വിദേശ സ്ഥാപനങ്ങൾ ഇന്ത്യയിലേക്ക് വരികയും ധാരാളം പേർക്ക് തൊഴിൽ കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് MBAക്കുള്ള എൻട്രൻസ് ടെസ്റ്റായുള്ള CAT, MAT, GMAT പോലുള്ള പരീക്ഷകൾ നികഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ PGDM പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ്, അത് വിച്ച് ഈസ് ഈക്വൽ ടു MBA, അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇൻഷുറൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിവിടെ കേരളത്തിലുള്ളത് നമുക്ക് SCMS കോളേജ് ഉണ്ട്, കൊച്ചിയിലുണ്ട്. അവിടെ ഈ നിങ്ങൾക്ക് PGDM ചെയ്യാൻ സാധിക്കും. CAT, MAT, GMAT, ZAT ഈ എൻട്രൻസ് ടെസ്റ്റുകളുടെ ബേസിലാണ് ഉള്ളത്. ഇനി സിവിൽ സർവീസ്, ഇയാൾ ഈ വർഷത്തെ 1ാം റാങ്കുകാരനാണ്. ആദിത്യ ശ്രീവാസ്തവ. നമുക്ക് 4ാം റാങ്കാണുള്ളത്. സിദ്ധാർത്ഥ് രാംകുമാറിനാണ് 4ാം റാങ്ക് മലയാളിക്കുള്ളത്. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും ഒക്കെ പോകാൻ പറ്റും. നിങ്ങൾക്ക് ഡിഗ്രിക്ക് UG ആണ് അതിൻ്റെ യോഗ്യതയെങ്കിൽ ആർക്ക് റാങ്ക് ഒന്നും വേണ്ട, ജസ്റ്റ് പാസ്സായാൽ മതി, നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. 26ഓളം സർവീസുകളെ ചേർത്ത് വിളിക്കുന്ന പേരാണ് സിവിൽ സർവീസ്. IAS, IPS, IFS പോലുള്ള കോഴ്സുകൾ. ഈ 1000-ൽ ചുവടെ വേക്കൻസികളാണ് ഇപ്പോൾ ഓരോ വർഷവും ഉള്ളത്. പക്ഷേ ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി പറയുന്നു, ഞാൻ പറയുന്ന പോലെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ IAS, IPS ഒന്നും കിട്ടിയെന്ന് വരികയില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിലോ കേരള ഗവൺമെൻറ് KS പോലുള്ള ഏതെങ്കിലും ഒരു സർവീസിൽ നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കും. അതാണ് എൻ്റെ ഒരു ഗുണം. നിങ്ങൾ നോക്കൂ, ഇതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിമിനറി ടെസ്റ്റ് എഴുതാം. അതിന് 2 പേപ്പറാണുള്ളത്. 400, 200 + 200, 400 മാർക്കിൻ്റെയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നെഗറ്റീവ് മാർക്കുണ്ട്. 4 മണിക്കൂറാണ്.
മൊത്തം പരീക്ഷയുള്ളത്. ഇനി അത് പാസ്സാകുന്ന നിശ്ചിത എണ്ണ ആൾക്കാരെ മെയിൻ പരീക്ഷയ്ക്ക് വിളിക്കും. 9 പേപ്പറുകളാണുള്ളത്. 7 പേപ്പറുകൾ നമുക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ബിടെക് കഴിഞ്ഞ ആൾക്കാർ ചിലർ സോഷ്യോളജി എടുക്കാറുണ്ട്, പൊളിറ്റിക്സ് എടുക്കാറുണ്ട്, ഓപ്ഷനായിട്ട് എടുക്കാറുണ്ട്. 2 പേപ്പർ ലാംഗ്വേജ് ആണ്. അതിലൊന്ന് ഇംഗ്ലീഷും ഒന്ന് പിന്നെ ഇന്ത്യൻ ലാംഗ്വേജ്, നമുക്ക് മലയാളം എടുക്കാം. ഇനി മലയാളത്തിൽ പരീക്ഷ എഴുതാം, അതാണ് ഒരു കാര്യം. സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിൽ എഴുതാൻ സാധിക്കും. ഇനി ഇതും കഴിഞ്ഞിട്ട് അവസാനം നല്ല സ്കോർ വരുന്നവരെയാണ് ഇന്റർവ്യൂവിന് വിളിക്കുക. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഫൈനൽ ലിസ്റ്റ് ഇടും. അത് എല്ലാവർക്കും. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, ഡിഗ്രിക്ക് ചേരുമ്പോൾ തന്നെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോവുക. അതുപോലുള്ള PSCകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഡിഗ്രി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇനി കിട്ടിയില്ലെങ്കിലും നിരാശരാകണ്ട. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലുള്ള സംഭവമുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സർവീസിൽ നിങ്ങൾക്ക് കയറാനുള്ള സാധ്യത വരും. കാരണം നമ്മൾ പറയും നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയും. നെയ്യപ്പം തിന്നുകയും ചെയ്യാം, ബാക്കി എണ്ണ നമുക്ക് ശരീരത്തെ തടവുകയും ചെയ്യാം എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു കോച്ചിങ്ങിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ 10 പരീക്ഷകൾ എഴുതാനായിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. പല കാര്യങ്ങളും കോമൺ ആണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. സിവിൽ സർവീസ്. ഇനി അടുത്താണ് ജേർണലിസം. ഒരു ദിവസത്തിന് 24 മണിക്കൂറുള്ളവരാണ് ജേർണലിസത്തിൽ പോകേണ്ടത്. ഒരു ദിവസം 24 മണിക്കൂർ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാകണം. ഒരു ലാംഗ്വേജിൽ പ്രൊഫഷ്യൻസി ഉണ്ടാകണം, ഫ്ലുവൻസി ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്കാണ് ജേർണലിസം നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ BA ജേർണലിസം അങ്ങനെ കഴിഞ്ഞ് MA അങ്ങനെ പോകാം. ഇനി അതല്ലെങ്കിൽ അതിന് PG ഡിപ്ലോമ ഉണ്ട്. അതിൻ്റെ വരികൾ പറയാം. ഇന്ത്യയിൽ ഏറ്റവും നല്ല കോഴ്സ് ഈ ജേർണലിസം പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥാപനം IIMC ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ, ഡൽഹിയാണ്. പക്ഷേ ഡൽഹിയിൽ പോകാതെ കോട്ടയത്ത് പഠിച്ചുകൊണ്ട്, അവിടെ ഒരു സാറ്റലൈറ്റ് സെൻറ്റർ കോട്ടയത്തുണ്ട്, അവിടെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജേർണലിസം ചെയ്യാൻ MCJ പോലുള്ള കോഴ്സുകൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇതുകൂടാതെ IIJNM എന്ന് പറയുന്ന ഡൽഹിയിലുള്ള സ്ഥാപനമുണ്ട്. ടിസ് നമുക്കറിയാം, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണ്, അവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ ഇന്ത്യയിലെ നല്ല അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, JNU, കേന്ദ്ര സർവകലാശാല, അവിടെയൊക്കെ നിങ്ങൾക്ക് ജേർണലിസം ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ഒരു വഴിയും കൂടി ഉണ്ട്. എന്നതറിയോ? ആ വഴി എന്താ ചോദിച്ചാൽ, ഈ മനോരമ മാധ്യമ പോലുള്ള സ്ഥാപനങ്ങൾ PG ഡിപ്ലോമ കോഴ്സുകൾ നടത്താറുണ്ട്. ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് 1 വർഷത്തെ PG ഡിപ്ലോമയാണ്. നിങ്ങൾ അത് ചേർന്നിട്ട് നിങ്ങൾ മിടുക്കനാണ് മിടുക്കിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങൾ തന്നെ നിങ്ങളെ റിക്രൂട്ട് ചെയ്യും. എൻ്റെ സുഹൃത്തല്ല, എൻ്റെ വൈഫിൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ മനോരമയിൽ ഇപ്പോൾ എഡിറ്ററായിട്ട് ജോലി ചെയ്തുകൊണ്ട് MA മലയാളം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇതിലേക്ക് വന്നത്. ആ PG ഡിപ്ലോമ 1 ഇയർ ചെയ്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇവൻ മിടുക്കനാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വഴിയും കൂടി ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മെഡിക്കൽ ഫീൽഡിലേക്ക് നമുക്ക് പോകാം. അതായത് പ്രധാനമായി സയൻസ് പഠിക്കുന്നവർക്ക് ചാടാനായിട്ട് 2 വളയങ്ങളാണുള്ളത്. ഒന്ന് മെഡിസിനും ഒന്ന് എഞ്ചിനീയറിംഗും. ഇത് രണ്ടും കിട്ടിയില്ലേ ജീവിതം ഇല്ല എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, ധാരാളം വളയങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. സയൻസുകാർക്ക് ചാടാവുന്ന വളയങ്ങളാണ് ഇപ്പം പറഞ്ഞൊക്കെ. ഇനി പക്ഷേ ഇവിടെ ഈ മെഡിസിൻ ആണ് അതിൻ്റെ കോഴ്സുകളെ പറ്റി പറയാം. ചിലരിപ്പോൾ പറയുന്നുണ്ട് MBBS വളരെ ഒരു ഡോക്ടർ ആകുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് പറയുന്ന ചില ഗൈഡന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. എഞ്ചിനീയറിംഗ് ആകേണ്ടവൻ, എഞ്ചിനീയറിംഗ് മൈൻഡുള്ളവൻ എഞ്ചിനീയർ തന്നെയാകണം. ഡോക്ടർ ആകാനായിട്ട് അതിനോടൊരു ആപ്റ്റിറ്റ്യൂഡുള്ള ആൾ അത് തന്നെയാകണം. അവർ വേറൊന്നും ആകരുത്, അവരത് തന്നെയാകണം. അപ്പം നമുക്കറിയാം ഡോക്ടർമാരും വേണം, എഞ്ചിനീയർമാരും വേണം. അപ്പം അതുകൊണ്ട് വിചാരിക്കുക, നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഡോക്ടറാകാം. ഡോക്ടർ എന്ന് പറഞ്ഞാൽ പല മേഖലകളുണ്ട്, നമുക്കറിയാലോ. അത് അലോപ്പതിയുണ്ട്, MBBS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, പിന്നെ നമുക്കറിയാം ഡെന്റൽ, BDS പോലുള്ള കോഴ്സുകൾ ചെയ്ത് ഇതെല്ലാം നീറ്റ് സ്കോറിലാണ്. ഇനി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് MBBS-ഉം MD ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നീറ്റ് നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് AFMC, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്, മുമ്പ് സെഷൻ കൈകാര്യം ചെയ്ത ആൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നത്. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് പൈസ ചിലവില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ MBBS-ഉം MD ഒക്കെ ചെയ്യാം. പക്ഷേ നീറ്റ് സ്കോർ നല്ലപോലെ ഉണ്ടാകണം. നഴ്സിംഗും അവിടെ ചെയ്യാം കേട്ടോ. അവിടെയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മിലിറ്ററി നേഴ്സ് 5 വർഷത്തെ ബോണ്ട് എഴുതി കൊടുക്കണം. ഒരു മിലിറ്ററി നേഴ്സ് പുറത്തേക്ക് വന്നാൽ, നിങ്ങൾ ആ സർവീസ് കഴിഞ്ഞ് പുറത്തേക്ക് പോയി 5 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ ലോകത്തെവിടെ പോയാലും നിങ്ങൾക്ക് ഒരു പ്രിഫറൻസ് ആണ്. കാരണം ഒരു മിലിറ്ററി നേഴ്സിന് കിട്ടുന്ന ഒരു സ്വീകാര്യത മറ്റുള്ള നേഴ്സുമാർക്കൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അത് മെഡിക്കൽ MBA ഡോക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഇന്ത്യയിൽ ഏറ്റവും നല്ലത് AFMC, എയിംസ്, നമുക്കറിയാലോ എയിംസ് അറിയാം, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. ജിപ്മർ ഉണ്ട് പോണ്ടിച്ചേരിയിലുള്ള. ഇതൊക്കെ നല്ല നല്ല പ്രീമിയർ സ്ഥാപനങ്ങളാണ് MBBS പഠിക്കാൻ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, നീറ്റ് എഴുതിയിട്ട് കയ്യും കെട്ടിയിരിക്കരുത്. നിങ്ങൾ നീറ്റ് എഴുതിയിട്ട് കേരളത്തിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കീമിൽ രജിസ്റ്റർ ചെയ്യണം. പരീക്ഷ ഒന്നും എഴുതണ്ട, രജിസ്റ്റർ ചെയ്താൽ മാത്രമേ
കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ 80% സീറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കേന്ദ്ര കോട്ടയിലുള്ള 20% മാത്രം നിങ്ങൾ ഒതുങ്ങിപ്പോകും, ചുരുങ്ങിപ്പോകും, ചിലപ്പോൾ കിട്ടിയെന്നും വരികയില്ല. അതുകൊണ്ട് നീറ്റ് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾ കീമിൽ രജിസ്റ്റർ ചെയ്യണം. പരീക്ഷയൊന്നും എഴുതണ്ട, അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കൂടാതെ നീറ്റ് ബേസ്ഡ് ആയിട്ട് നടത്തുന്നതാണ് BSc അഗ്രികൾച്ചർ, വെറ്റിനറി സയൻസ്, ഫിഷറീസ്, ഫോറസ്ട്രി, കോർപ്പറേഷൻ ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റ്, ബയോടെക്നോളജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ കീഴിലേക്ക് വരുന്നതാണ്. ഇനി അടുത്തത് ഹെൽത്ത് ആൻഡ് അലൈഡ് കോഴ്സുകൾ. നമുക്കറിയാം ഈ ഡോക്ടർ ആകാന്ന് അല്ലാതെ തന്നെ ധാരാളം അലൈഡ് കോഴ്സുകളുണ്ട്. അതിൽ വരുന്നതാണ് നമ്മൾ BPT പോലെ ഫിസിയോതെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി, അതുപോലെ തന്നെ നഴ്സിംഗിൻ്റെ അത് വരുന്നതാണ്. നമുക്കറിയാലോ, ഞാൻ ഓൾറെഡി പറഞ്ഞു. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, അങ്ങനെയുള്ള ഇതെല്ലാം, ഇത് കുറേ ഉണ്ട്. ഈ ലിസ്റ്റ് വളരെ അപൂർണമാണ്. അത് നമുക്കറിയാം LBS ആണ് ഇപ്പോൾ നടത്തുക. പക്ഷേ ഇതിനൊക്കെ എൻട്രൻസ് വരുമെന്ന് ഇങ്ങനെ ഒരു കേൾവിയുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, മറ്റേ നഴ്സിങ്ങിന് മറ്റ് സ്റ്റേറ്റുകളൊക്കെ എന്താണ് ഇപ്പോൾ എൻട്രൻസ് തുടങ്ങി. ഇപ്പോൾ കർണാടകത്തിൽ എൻട്രൻസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക്, അത് പലരും എൻട്രൻസ് ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. കർണാടകത്തിൽ നിങ്ങൾക്ക് പോയി BSc നഴ്സിംഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവർ നടത്തുന്ന ഒരു എൻട്രൻസ് ഉണ്ട്. കേരളത്തിൽ അത് വരണമെന്ന് നാഷണൽ കൗൺസിൽ, അത് നഴ്സിംഗ് കൗൺസിൽ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അത് ഉണ്ടോ ഇല്ലോ എന്നുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ഈ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഇത് ധാരാളം വേക്കൻസികളുണ്ട്, ഇന്ത്യയിലും വിദേശത്തും ഉള്ളതാണ് കേട്ടോ, ഹെൽത്ത് കോഴ്സുകൾ. ഇത് അവിടെ ഇപ്പം ഞാൻ തൽക്കാലം ഓക്കെ, ഇത് ഇക്കണോമിക്സ് ആണ്. നിങ്ങൾ ഒരു കാര്യം, ഈ സയൻസുകാരൊന്ന് ശ്രദ്ധിക്കണം. ഹ്യൂമാനിറ്റീസുകാരും കോമേഴ്സുകാർക്ക് ഇതിനെപ്പറ്റി അറിയാം, ഇക്കണോമിക്സ് പറ്റി. ഒരു മലയാളിയോട് ചോദിക്കുകയാണ്, അതായത് JEE മെയിൻ അഡ്വാൻസ് ഒക്കെ എഴുതിയ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് BTech വേണോ അതെയോ BSc ഇക്കണോമിക്സ് വേണം, അല്ലെങ്കിൽ BS ഇക്കണോമിക്സ് വേണോ എന്ന് ചോദിച്ചാൽ മലയാളി പെട്ടെന്ന് ചാടി പറയും എനിക്ക് BTech മതി എന്ന് പറയും. എന്നാൽ ഒരു നോർത്ത് ഇന്ത്യക്കാരനോട് ചോദിച്ചാൽ അവൻ പറയുന്നത് എന്താണെന്നറിയോ? കിട്ടുമെങ്കിൽ BSc ഇക്കണോമിക്സ് മതി, അതേ BS ഇക്കണോമിക്സ് മതി. IIT-കളിൽ എന്തുണ്ട്? BS അഥവാ BSc ഇക്കണോമിക്സും MSc ഇക്കണോമിക്സും ഉണ്ട്. അവിടെ പഠിച്ചിറങ്ങുന്നവരാണ്, ഞാൻ നേരത്തെ പറഞ്ഞ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്നവരല്ലേ. അതായത് ലോകത്തിലെ വേൾഡ് ബാങ്ക്, ADB, അങ്ങനെ IMF അതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ അടക്കമുള്ള ബാങ്കുകളിൽ തൊഴിൽ നേടുന്ന ആൾക്കാരും മിക്ക ആൾക്കാരും ഇക്കണോമിക്സ് പഠിച്ചവരാണ്. ഞാൻ ഇലോൺ മസ്കിനെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലേ, അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കണോമിക്സ് വളരെ ചെറിയൊരു സബ്ജക്റ്റ് അല്ല, അത് സയൻസ് സബ്ജക്റ്റായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. BA ഇക്കണോമിക്സ് അല്ല, ഇപ്പോൾ BSc ഇക്കണോമിക്സിലേക്കാണ് ഇപ്പോൾ അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല യൂണിവേഴ്സിറ്റി ഇപ്പോൾ BSc ഇക്കണോമിക്സ് ഉണ്ട്. മാത്തമാറ്റിക്സ് മസ്റ്റാ. ഡൽഹി യൂണിവേഴ്സിറ്റി കോളേജുകളിൽ നിങ്ങൾക്ക് BA ഇക്കണോമിക്സ് ചെയ്യണമെങ്കിൽ മാത്തമാറ്റിക്സ് +2 ലെവലിൽ പഠിച്ചിരിക്കണം. അപ്പോൾ സയൻസുകാർക്ക് അത് പറ്റുള്ളൂ. അല്ലെങ്കിൽ കൊമേഴ്സിൽ മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്തമാറ്റിക്കലാണ് ഇക്കണോമിക്സ്. പക്ഷേ സാധ്യതകൾ ധാരാളമുണ്ട്. ഒരു ഹയർ ലെവലിലേക്ക് പോകണം. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് പറയുമ്പോൾ എനിക്കൊരു സങ്കടമാണ് നിങ്ങളോട് പറയാനുള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജിഷ സാറൊക്കെ വർക്ക് ചെയ്യുന്ന മറ്റേ കരുവമ്പൽ സ്കൂളിൽ, നേരത്തെ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഒരു കുട്ടി, സയൻസിൻ്റെ ഒരു കുട്ടി, അവനക്ക് മാത്സിൽ ഫുൾ മാർക്കാണ്. അവൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, സാറേ ഞാൻ ഏത് കോഴ്സിനാണ് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു മാത്സിനും ഫുൾ ഉണ്ടെന്ന കാരണം. അവൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, BSc സ്റ്റാറ്റിസ്റ്റിക്സിന് പോകാൻ പറഞ്ഞു. അവൾ ഫറൂഖ് കോളേജിൽ BSc സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ആക്ച്വറിയൽ സയൻസ് ഉണ്ട്, അവിടെ പോയി ജോയിൻ ചെയ്തു. വളരെ സന്തോഷം തോന്നി, നമ്മൾ പറഞ്ഞു കേട്ടല്ലോ എന്നുള്ളൊരു രീതി. പക്ഷേ അവളോട് ആരും ഉപദേശിച്ചു, ഒരു സ്കോപ്പും ഇല്ല, വെറുതെ പഠിക്കുന്ന എന്ന് പറഞ്ഞു കൊടുത്തു. അവളോട് BSc നഴ്സിങ്ങിന് പോയി ചേരാൻ പറഞ്ഞു. അവളത് വിട്ടിട്ട്, നമ്മളോടൊന്നും പറയാതെ, ആരും ചോദിച്ചൊന്നുമില്ല, അവൾ പോയി അത് വിട്ടിട്ട് പോയി ചേർന്നു. അവൾ MSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്യൂട്ടറായിട്ട് ഏതോ കോളേജിൽ വർക്ക് ചെയ്യുന്നു, ചെറിയ ശമ്പളത്തിൽ. അതിമിടുക്കിയായിരുന്നു. അവൾ ആ BSc കഴിഞ്ഞിരുന്നെങ്കിൽ അവൾക്ക് BSc സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞാലുണ്ടല്ലോ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ സർവീസ്, IAS ഒക്കെ പോലുള്ള ISS അത് എഴുതാൻ മതി. വെറും ഡിഗ്രി മാത്രം എഴുതിയാൽ മതി, അല്ല PGക്കൊന്നും പോകണ്ട. ഇനി അത് തന്നെയല്ല, അവൾക്ക് ധാരാളം വേക്കൻസികൾ ഡാറ്റാ സയൻസുമായി ബന്ധപ്പെട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോയി ധാരാളം സാധ്യതകളുണ്ടായിരുന്നു. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞിട്ട്, ഒരു PG സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന ആരെങ്കിലും അറിയാവോ നിങ്ങൾക്ക്? ഒരാൾ ഉണ്ടാകാൻ പറ്റിയ സാധ്യതയില്ല. കാരണം അത്രയും സാധ്യതകൾ അതിനുള്ളതാണ്. അപ്പം മാത്തമാറ്റിക്സ് എളുപ്പമുള്ളവർക്ക് ഡാറ്റാ സയൻസിലേക്കും അല്ലെങ്കിൽ അതിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ BSc സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ പോകാം. ഇന്ത്യയിൽ ഏറ്റവും നല്ലത് ISI ആണ്, ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ നിങ്ങൾക്ക് B സ്റ്റാറ്റ്, M സ്റ്റാറ്റ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൻ്റെ സാധ്യതകളെ പറ്റി പിന്നെ അധികം പറയില്ല. IIT-കൾ ഇവിടെയൊക്കെ എന്തുണ്ട്, BSc ഇക്കണോമിക്സ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. IIT മുംബൈ, ഖരഗ്പൂർ, കാൺപൂർ, റൂർക്കി, ഡൽഹി ഇവിടെയൊക്കെ എന്തുണ്ട്, നിങ്ങൾക്ക് JEE സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് BSc എക്കണോമിക്സിന് പോകാൻ സാധിക്കും. കമ്പ്യൂട്ടർ, പല കുട്ടികൾക്കും പാഷനാണ് കമ്പ്യൂട്ടർ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം,
ഇപ്പം ഞാനൊരു കോഴ്സിനെ പറ്റി ഇപ്പോൾ പറയാം. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടറോ സയൻസോ അല്ലെങ്കിൽ അത് എന്തോ ആയിക്കോട്ടെ, IT എന്ത് പോയാലും നിങ്ങൾ PG നിങ്ങൾ പോയി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കമ്പ്യൂട്ടറിന് ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ സിലബസ് ഒരു 4-5 വർഷം മുമ്പായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. MCA എന്ന് പറഞ്ഞൊരു കോഴ്സ്, മാസ്റ്റർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അത് ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് നല്ല വിലയുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, നിങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യണം. ബുദ്ധിയുള്ളവർ ഇപ്പോൾ ചെയ്തൊരു പണിയാത്. നിങ്ങളൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡായിട്ട് 1 മാസത്തെ 2 മാസത്തെ 3 മാസത്തെ 6 മാസത്തെ 1 വർഷത്തെ ആഡ് ഓൺ കോഴ്സ് ഇഷ്ടംപോലെ കോഴ്സേറയൊക്കെ പോലുള്ള ധാരാളം നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഏജൻസികൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റുകൾ, ക്രെഡിറ്റ് ഉള്ള സർട്ടിഫിക്കറ്റുകൾ അവർ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആഡ് ഓൺ കോഴ്സും കൂടി ചെയ്താൽ MCA കഴിഞ്ഞ് നിങ്ങൾ തൊഴിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നിങ്ങളുടെ എംപ്ലോയബിലിറ്റി കൂടും. നിങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങളെ തൊഴിലെടുക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ MCA ചെയ്തു, ആ സർട്ടിഫിക്കറ്റിന് വിലയുണ്ട്. പക്ഷേ അതിൻ്റെ സിലബസ് ഒക്കെ പഴയതാണ് എങ്കിൽ പോലും അടിസ്ഥാനമുണ്ട് നിങ്ങൾക്ക്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആഡ് ഓൺ കോഴ്സുകൾ ചെയ്തു. ഇന്ന് ഇൻഡസ്ട്രിക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അത് നിങ്ങൾ ആഡ് ഓൺ കോഴ്സുകൾ പഠിക്കുന്നു. അത് നിങ്ങൾ ഏത് കോഴ്സ് കമ്പ്യൂട്ടറായിട്ട് ചെയ്താലും ഇതാണ്. കമ്പ്യൂട്ടറിൽ പല സാധ്യതകളുണ്ട്. ഇപ്പം അതിൻ്റെ അകത്തൊരു സംഭവമാണ് SAP എന്ന് പറയുന്നത്. SAP എന്ന് പറയുന്നത് ഇത് ജർമ്മൻ ഇതാണ്. അപ്പോൾ അത് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ SAP കോഴ്സ് ഗൾഫിലടക്കം സാധ്യതയുണ്ട്. കഴിഞ്ഞവർക്ക് BCom കഴിഞ്ഞിട്ട് പോകുക. എന്നിട്ട് SAPൽ നാഷണൽ സർട്ടിഫിക്കേഷനും ഉണ്ട്, ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനും ഉണ്ട്. നാഷണൽ സർട്ടിഫിക്കേഷന് വളരെ ഫീസ് കുറവാണ്, പക്ഷെ അതിലല്ല പോകേണ്ടത്. ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ അതിനാണ് പോകേണ്ടത്. അങ്ങനെയെങ്കിൽ അതിന് കുറച്ച് പൈസ ചിലവുണ്ട്. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളൊക്കെ സാധ്യത നല്ലപോലെയുണ്ട് എന്നൊരു കാര്യം മനസ്സിലാവും. അത് പഠിക്കുന്ന സ്ഥാപനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും നല്ലത് ബാംഗ്ലൂര്, പൂനെ പോലുള്ള സ്ഥലങ്ങളിലാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള സ്ഥാപനങ്ങളുള്ളത്. അവിടെ നിങ്ങൾക്ക് SAP ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് പോകാം. പിന്നെ BCom പഠിക്കുന്നവർ മസ്റ്റായിട്ട് ടാലിയാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. അതിൽ നിങ്ങളൊരു എക്സ്പേർട്ടായി മാറുക. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ട് വരികയില്ല. ഇവിടെ നമ്മൾ IT പാർക്കുകളടക്കം ധാരാളം വേക്കൻസികൾ നിങ്ങൾക്ക് ഈ ഇതൊക്കെ ടാലിയൊക്കെ ഉള്ളവർക്ക്, BCom ടാലി ഉള്ളവർക്കുണ്ട്. കാരണം ഏത് ഓഫീസിൽ നമുക്കൊരു അക്കൗണ്ടൻറ്റ് വേണം, കണക്കുകൾ സൂക്ഷിക്കുന്ന ആൾ വേണം, അപ്പോൾ അതുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ആൾ വേണം. അതുകൊണ്ട് അതാണ് എൻ്റെ ഇത്. ഇതാരാന്നറിയാമോ? എനിക്കൊരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ സമയം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഓടിപ്പോവുകയാണ് കേട്ടോ. ഇത് കൂടുതൽ എനിക്ക് പറയാനുണ്ട്, പക്ഷെ നമുക്ക് അവിടെ ഒന്നും പറഞ്ഞു പോയിക്കാല്ല. നമ്മൾ 1-2 ഒതുങ്ങേണ്ടി വരും. ഇതാരാന്നറിയാവോ? ഡു യു നോ ഹിം? ഐല സത്യാർത്ഥി കേട്ടിട്ടുണ്ടോ? ഒരു വികാരമില്ലല്ലോ. ആരാടോ? നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്, ഇന്ത്യക്കാരനാണ്. ഇദ്ദേഹം ബേസിക്കലി ഒരു എഞ്ചിനീയർ ആണെങ്കിൽ പോലും ഇദ്ദേഹം ചെയ്യുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ബാലവേല ചെയ്യുന്നവരെ അവിടുന്ന് കൊണ്ടുവന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അനാഥരായ ആൾക്കാരെ കൊണ്ടുവന്ന്, സ്ട്രീറ്റ് ചിൽഡ്രനെ കൊണ്ടുവന്ന് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. എഞ്ചിനീയറാണ് ബേസിക്, പക്ഷേ അദ്ദേഹം സോഷ്യൽ എഞ്ചിനീയർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ ഒരു വ്യക്തി ഈ ലോകത്ത് ഈ ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് പറയുകയാണ്. സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സോഷ്യൽ വർക്കാണ് താല്പര്യമെങ്കിൽ BSW MSW പോകാം. പക്ഷെ ഒരു കാര്യമുണ്ട്, വിദേശ രാജ്യങ്ങളിൽ നല്ല സാധ്യതകളുണ്ട് MSW പോലുള്ള കോഴ്സുകൾക്ക്. ഇന്ത്യയിലുമുണ്ട്, കോർപ്പറേറ്റ് മേഖലയിലൊക്കെ സാധ്യതകളുണ്ട്. പക്ഷെ അതിനോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം പോവുക. പിന്നെ അടുത്തതാണ് ഈ സോഷ്യോളജി ഓക്കെ, മറ്റേ പോളിസി, ഹിസ്റ്ററി ഒക്കെ പോലുള്ള സാധ്യതകൾ അതിനുള്ളത്. സൈക്കോളജി ശ്രദ്ധിക്കുക. ചില പടങ്ങൾ ഇറങ്ങും. ഫോറൻസിക് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിക്കൊണ്ട് പിള്ളേർക്ക് മുഴുവനും പോകണം. എന്താ ആ കാലത്ത് ഞാൻ കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് പോകുമ്പോൾ പിള്ളേർ മുഴുവൻ ചോദിക്കുന്നത് ഫോറൻസിക്കിന് പോകണം. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും വിദേശത്തും പഠിക്കുന്ന കുട്ടികൾ പഠിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ ആൾക്കാരെ തല്ലിക്കൊല്ലേണ്ട അവസ്ഥ ഉണ്ടാകും. എല്ലാവർക്കും തൊഴിൽ സാധ്യതകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അത്രയും പേരാണ് അതിനുവേണ്ടി പോയിരിക്കുന്നത്. ഇത് സാധാരണ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് അവർ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ദ നമ്പർ ഓഫ് വേക്കൻസീസ് ആർ വെരി ലിമിറ്റഡ്. അതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന് സൈബർ ഫോറൻസിക് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണവും വെച്ചു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി പറയുകയല്ല. വളരെ പാഷനേറ്റ് ആണ് നിങ്ങൾ. ഇഫ് യു ആർ വെരി പാഷനേറ്റ് യു ക്യാൻ ഗോ ഫോർ ഇറ്റ്, അതർവൈസ് ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. കാരണം നമ്പർ ഓഫ് വേക്കൻസീസ് ആർ വെരി 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 മച്ച് ലിമിറ്റഡ്. അതാണ് എൻ്റെ ഒരു റീസൺ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ സൈക്കോളജി BA സൈക്കോളജി കഴിഞ്ഞാൽ BSc സൈക്കോളജി കഴിഞ്ഞാൽ സാറേ എന്ത് ജോലിയാണ് കിട്ടുന്നത്? സാധാരണ ഡിഗ്രിയുടെ ജോലികൾ കിട്ടും. ശരിക്ക് നിങ്ങളൊരു സൈക്കോളജിസ്റ്റ് ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ തന്നെ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്.
നിങ്ങൾ PhD വരെ പോകാൻ തയ്യാറായിട്ട് വേണം ഇതിലേക്ക് പോകാൻ. നിങ്ങൾ ഒരു പനി വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം ആരെ കാണാനാ? ഒരു MBBS ഡോക്ടറെയാണോ, MD കഴിഞ്ഞ ഒരാളെയാണോ? അറിയാം, MD കഴിഞ്ഞ ആളെയല്ലേ ആണ്. അതുപോലെ തന്നെ ഒരു PhD ഉള്ള ആളും അല്ലാത്തൊരാളും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു PhD വരെ പോകാൻ അത്രയും കാലം പഠിക്കാനായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സൈക്കോളജി പഠിച്ച് നിങ്ങൾ പോവുക. ധാരാളം സാധ്യതയുള്ളൂ. ഈ വരും കാലത്തേക്ക് അതിൻ്റെ ഒരു സാധ്യത തന്നെ ഉണ്ടാകാൻ പോവുകയാണ്. കാരണം എല്ലാ മനുഷ്യരും സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. പണ്ട് കാലത്താണ് ഒരു സൈക്കോളജിനെ കാണാൻ പോയി പറയുമ്പോൾ അവൻ വട്ടനാന്ന് പറയും, അല്ലേ? കളിയാക്കിയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അങ്ങനെയൊന്നും കണക്കാക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടോ, നമുക്ക് അവരോട് കൺസൾട്ട് ചെയ്യാം. അപ്പം അതുകൊണ്ട് സൈക്കോളജിക്ക് വലിയ മേഖലകളുണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞ ഒരു അരമണിക്കൂർ ക്ലാസ് എടുക്കാനുള്ള മേഖലകളാണ് അതിൽ ഉള്ളത്. അത് പോട്ടെ. ലിസ കോളേജ് ഉണ്ട്, രാജഗിരി കോളേജ് നല്ലപോലെ EBSW MSW ഒക്കെ കൊടുക്കുന്നതാണ്. ടിസ് മുംബൈ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല സ്ഥാപനമാണ് ടിസ് മുംബൈ. ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ ലാംഗ്വേജ് സ്റ്റഡീസ്, ഇനി 1-2 കോഴ്സും കൂടി നമുക്ക് പറയാൻ സമയമുള്ളൂ. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എക്സ്ട്രാ എടുക്കുകയാണ്. കാരണം ഞാൻ 11:30 തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയത് 11:30 അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് കൂടി എടുക്കാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് അർജൻറ്റ് പറയേണ്ട കാര്യങ്ങൾ, ലാംഗ്വേജ്, അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് താല്പര്യമുള്ളവർക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്ഥാപനമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് IFLU, അഥവാ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി. ഹൈദരാബാദിലുള്ള IFLUവിലാണ് നിങ്ങൾക്ക് BA, MA, PhD ആ ലെവലിലേക്ക് പോകാം. ഫോറിൻ ലാംഗ്വേജ് പഠിക്കാനും നല്ലതാണ്. JNU നല്ലതാണ്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി നല്ലതാണ്. ഇതാണ് എൻ്റെ. ഇനി ഇതൊന്ന് ശ്രദ്ധിച്ചേ, മക്കളൊന്ന് ശ്രദ്ധിച്ചേ. സർക്കാർ ജോലിയുടെ കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം സർക്കാർ ജോലി ഇപ്പോൾ ഈ കമ്പ്യൂട്ടറൊക്കെ എല്ലാം വന്നതോടുകൂടി, AI ഒക്കെ വന്നതോടുകൂടി ഇനി പതുക്കെ എണ്ണം കുറയും. അത് മാത്രമല്ല, ഗവൺമെൻറ് എല്ലാ മേഖലയിൽ നിന്നും പതുക്കെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം സംരംഭകരാകുക. നിങ്ങൾ പഠിച്ച കോഴ്സുകൾ വെച്ച് നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒരു സംരംഭം തുടങ്ങാനായിട്ട്, ഒരു പരിപാടി തുടങ്ങാനായിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിക്കൊള്ളുക. ഇപ്പം നമുക്ക് സ്റ്റാർട്ടപ്പുകളെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം. എന്നെ കഴിഞ്ഞ് കുറച്ചും കൂടെ അറിയാവുന്ന നിങ്ങൾക്കായിരിക്കും. അപ്പം അങ്ങനെ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങാൻ, എൻ്റർപ്രണർ ആകാനായിട്ട് നിങ്ങൾക്ക് സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ 10 പേർക്ക് തൊഴിൽ കൊടുക്കുക. ഞാനൊരാളോട് പറഞ്ഞൊരു കാര്യം എന്താ പറയുക, പഠിക്കാൻ പിന്നെ നീ ITI പഠിക്കുക, നീ പ്ലംബിങ്ങോ വയറിങ്ങോ പഠിക്കുക, അവന് താല്പര്യമുള്ള ആ മേഖല. എന്നിട്ട് ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ 1-2 വർഷം ശമ്പളം നോക്കാതെ പണി നല്ലപോലെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ലോണുകൾ കിട്ടും. മുദ്രാ ലോൺ എന്ന് പറയുന്ന ലോണുണ്ട്. പഠിച്ച കുട്ടികൾക്ക് നിങ്ങൾക്ക് വലിയ എമൗണ്ടുകൾ ഇത് കിട്ടും. ആ ലോൺ എടുത്തിട്ട് നീ ഒരു സ്ഥാപനം നിന്റെ നാട്ടിൽ തുടങ്ങ്. എന്നിട്ട് ഒരു 4-5 പേരെ വെച്ചിട്ട് നീ പണിയെടുപ്പിക്കുക. നീ അതിൻ്റെ മുതലാളിയാക്, നീ ഒരു എൻ്റർപ്രണർ ആക്. അപ്പോൾ നിനക്ക് നിന്റെ കൂട്ടുകാർ പഠിപ്പിസ്റ്റുകളായിട്ടുള്ളവർ വാങ്ങിക്കുന്ന കഴിഞ്ഞു വലിയ എമൗണ്ടുകൾ നിനക്ക് ഓരോ മാസം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം നിന്റെ 2 കൈകളല്ല പ്രവർത്തിക്കുന്നത്. നിന്നിലൂടെ 5 പേരെ നീ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നിലൂടെ 10 കൈകളാണ് പ്രവർത്തിക്കുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് ലാഭങ്ങൾ കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് ഒരു എൻ്റർപ്രണർ ആകാം. അതുപോലെ തന്നെ പഠനത്തിൽ അധികം മിടുക്കില്ലാത്തവർക്ക് പോലും എത്തിപ്പെടാവുന്നതാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അതായത് ചില പിള്ളേരുണ്ട് പഠിക്കാൻ മോശക്കാരാ, പക്ഷേ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ 10 സാധനം നമ്മുടെ തലയ്ക്ക് വെച്ച് വെക്കാൻ നോക്കും. എന്ന് പറഞ്ഞാൽ നല്ല വാചകസരത്തോടു കൂടി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് നല്ല സൗമ്യതയോടുകൂടി പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് അധികം പഠിപ്പിസ്റ്റുകൾ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താകാൻ പറ്റും, നിങ്ങൾക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്. അവിടെ നിങ്ങൾക്കറിയണോ, വെറും +2 മാത്രം യോഗ്യതയുള്ള ചില കമ്പനികളുടെയൊക്കെ മാർക്കറ്റിംഗ് മാനേജർമാർ വരെ ആയിട്ടുള്ള ആൾക്കാർ വെറും +2കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ അവൻ്റെ +2 പഠനമല്ല അവനെ മുകളിലേക്ക് എത്തിക്കുന്നത്, അവൻ്റെ കഴിവാണ്. കാര്യങ്ങൾ വിൽക്കുക. ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? സാധനം ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? അത് വിറ്റഴിക്കണം, അതിനൊരു സ്കിൽ വേണം. അപ്പോൾ അതിന് ഈ മേഖലകളിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്നതാണ് മേഖല. ഇത് ടാലൻറ്റ് ബേസ്ഡാണ്. എൻ്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. ടാലൻറ്റ് ബേസ്ഡ് കോഴ്സാണ്. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനായിട്ട്, വരയ്ക്കാനായിട്ട്, കാർവ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ കഴിവോ ഉണ്ടെങ്കിൽ, അത് ചെറിയ കഴിവ് പോരാ കേട്ടോ. ചുമ്മാ അതൊരു ഫോട്ടോ നോക്കിയിട്ട് അതിങ്ങനെ വരച്ച് വെക്കും, എന്നിട്ട് പറയും ഞാൻ നല്ല വരക്കാരനാണ്, പിന്നെ അങ്ങനത്തെ വർക്കൊന്നും ഇത് കിട്ടിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടോ? ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ആ ഐഡിയയെ മെറ്റീരിയലൈസ് ചെയ്യാൻ നിങ്ങൾക്കറിയാമോ? അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ് ഒന്ന് BFA, ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയുന്ന 4 വർഷത്തെ കോഴ്സാണ്. ഫൈൻ ആർട്സ് കോളേജ് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂരൊക്കെ ഉണ്ട്. പ്രൈവറ്റ് കോളേജുകളുണ്ട്. അവിടെ BFA ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അഡ്വർടൈസിങ് മേഖലയിലും ഡിസൈനിങ് മേഖലയിലൊക്കെ പോകാൻ പറ്റും. ഇനി അടുത്തൊരു സംഭവമാണ് NIFT എന്നുള്ളത്. അവിടെ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് ചെയ്യാം, അതുപോലെ തന്നെ ഫാഷൻ ടെക്നോളജി ചെയ്യാം. സയൻസുകാരാണെങ്കിൽ ഫിസിക്സ്, മാത്സ് പഠിച്ച, കെമിസ്ട്രി പഠിച്ചവർക്കാണെങ്കിൽ ഫാഷൻ ടെക്നോളജി ചെയ്യാൻ പറ്റും, കോഴ്സ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ഫാഷൻ ഡിസൈനിങ് ആണ് ചെയ്യാൻ പറ്റുക. അതിന് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, 2 ടെസ്റ്റ് ഉണ്ട്, CAT ഉണ്ട്, GAT ഉണ്ട്, 2 ഉണ്ട്. ആ 2 ടെസ്റ്റും നമ്മൾ പാസ്സാക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് NIFTലേക്ക് അഡ്മിഷൻ കിട്ടുക. അത് നമ്മുടെ കണ്ണൂരുണ്ട്, ചെന്നൈയിലുണ്ട്. ചെന്നൈ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ കുറച്ച് പേര് ടീച്ചേഴ്സ് അവിടെ പോയിട്ടുണ്ട്. ഇനി ഇന്ത്യയിലെ ഡിസൈനിങ്ങിൻ്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് മിടുക്കരായവർക്ക് NID ആണ്. DAT എന്ന് പറഞ്ഞ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഡിസൈനിങ് ചെയ്യാനായിട്ട് സാധിക്കും.
അതായത് നിങ്ങളറിയില്ല ഇയോൺ എന്ന് പറഞ്ഞ കാർ, ഇയോൺ കാർ. ഇപ്പം എൻ്റെ കാർ ഒരു കാറിൽ അതാണ് ഇയോൺ കാറാണ്. അപ്പോൾ ഇയോൺ കാറ് ഡിസൈൻ ചെയ്ത് 2 മണിക്കൂർ കൊണ്ടാണെന്നാണ് പറഞ്ഞത്. എത്ര കോടിയാണ് അദ്ദേഹത്തിന് കിട്ടി, 2 മണിക്കൂർ കൊണ്ട് അത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്നത്. ഇതുപോലെ IIT മുംബൈയിൽ ഡിസൈൻ ചെയ്ത് UC എന്ന് പറഞ്ഞൊരു പരീക്ഷയുണ്ട്. അങ്ങനെയുള്ള അപ്പോൾ ടാലൻ്റ് ഉള്ളവർക്ക് ചെയ്യാവുന്നതാണത്. ഇനി സ്പോർട്സിൽ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇന്നിപ്പം കഴിഞ്ഞ സെഷൻ പറഞ്ഞിട്ടുണ്ട്, BPED പോലുള്ള കോഴ്സുകൾ ചെയ്യാൻ പറ്റും. ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ അപ്പുറത്തേക്ക് നിങ്ങൾ ഈവൻറ്റുകളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടിപ്പുറത്താണ്, ഞാൻ GHS ഈസ്റ്റ് ഹില്ലാണ്, തൊട്ടിപ്പുറത്താണ് അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഉള്ളത്. അവിടെ ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. PT ടീച്ചർ, അതിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ, അങ്ങനെയുള്ളതിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ടാലൻറ്റ് ബേസ്ഡാണ്. പിന്നെ നോക്കൂ, ബാങ്കിങ് കുറേ മേഖലകളുണ്ട്. അപ്പം നമുക്കിത് കൺക്ലൂഡ് ചെയ്യല്ലേ സാറേ? കുറച്ച് പറയാനുണ്ട്, കുറച്ച് കൺക്ലൂഷൻ മാത്രം പറയാനുണ്ട്. ഓക്കെ. അപ്പോൾ ബാങ്കിങ് മേഖലയുണ്ട്. ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ഓഫീസറാകാം, ലോ ഓഫീസറാകാം, ക്ലർക്കാകാം. ഇതിനൊക്കെ ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് വരുന്നത്. ബാങ്ക് ഞാൻ പെട്ടെന്ന് ഓടിച്ചു വിടുകയാണ്, നിങ്ങൾക്ക് എത്തിപ്പെടാവുന്ന ചില മേഖലകളാണ് കേട്ടോ. ഡിഗ്രിയാണ് നിങ്ങൾക്ക് കഴിയുന്ന BCom ആയിരിക്കും നല്ലത്. പക്ഷേ ഇപ്പോൾ ബാങ്കിൽ കയറുന്ന BTechകാരും BSc മാത്തമാറ്റിക്സുകാരൊക്കെ, കാരണം അവർക്ക് മാത്തമാറ്റിക്സിനുള്ള കഴിവാണ്, അവർ ആ എൻട്രൻസ് ടെസ്റ്റിലൊക്കെ പാസ്സാകുന്നത്. അതുപോലെ തന്നെ ഇതൊരു കാര്യം ശ്രദ്ധിച്ചേ, കൊമേഴ്സ് പഠിക്കുന്നവർക്ക് +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഡിപ്ലോമയാണ് JDC, 11 മാസത്തെ ഒരു കോഴ്സാണ്, കോഴിക്കോടുണ്ട്. ഇനി ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ HDC. JDC കഴിഞ്ഞവർക്ക് കോപ്പറേറ്റീവ് ബാങ്കിലും കോപ്പറേറ്റീവ് സ്ഥാപനത്തിൽ ക്ലർക്കാകാം. HDC കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് അവിടുത്തെ മാനേജർ ആകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഓഫീസർ ആകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് ഈ കോഴിക്കോട് തന്നെ ചെയ്യാവുന്നതാണ്. അത് ഇതാണ്. ഇനി റെയിൽവേയുടെ ഒരു കാര്യം നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ റെയിൽവേ ആണ്. അതായത് 14 എത്ര സോണുകളുണ്ട്. ആ സോണുകളിൽ 10,000കണക്കിന് വേക്കൻസികൾ ഓരോ വർഷവും ഉണ്ടാകുന്നുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളാണ്. നിങ്ങളറിയോ ഈ TTR എന്ന് പറഞ്ഞാൽ, TT എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ലേ, വെറും 10ാം ക്ലാസ് ആണ് ഇപ്പോൾ ഈ ബേസിക് യോഗ്യതയുള്ളത്. അപ്പം ഇങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞും +2 കഴിഞ്ഞും ഡിഗ്രി കഴിഞ്ഞും ധാരാളം വേക്കൻസി വെച്ച് കാത്തിരിക്കും. പക്ഷേ മലയാളികൾക്ക് എല്ലാം അറിയാവുന്നൊരു ചിന്തയുണ്ട്, അതുകൊണ്ട് തന്നെ പലതും അറിയുന്നില്ല. അതുകൊണ്ട് എന്ത് പറ്റുന്നറിയോ, റെയിൽവേയിലെ നമ്മൾക്ക് കിട്ടുന്ന പല തൊഴിലുകളും തമിഴന്മാരും തെലുങ്കന്മാരും കൊണ്ടുപോവുക. കാരണം എന്താണെന്നറിയോ, നമ്മുടെ അജ്ഞത കൊണ്ട് നമ്മൾ അറിയുന്നില്ല, നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം, നല്ല ആനുകൂല്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിന് പണ്ട് ഒരു ബഡ്ജറ്റ് തന്നെ ഉണ്ടായിരുന്നു, റെയിൽവേക്ക് ഒരു ബഡ്ജറ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ധാരാളം സാധ്യതകൾ അതിലുണ്ട്. പിന്നെ 10ാം ക്ലാസ് മാത്രം യോഗ്യത വേണ്ടുന്ന ഇപ്പോൾ, പക്ഷേ ഞാനത് എൻകറേജ് ചെയ്യുന്നില്ല. +2 പറയുന്നത്. ലാബ് അസിസ്റ്റന്റ്, LD ക്ലർക്ക്, ഫോറസ്റ്റ് ഗാർഡ്, ഫയർമാൻ, എക്സൈസ് ഗാർഡ്, ജയിൽ വാർഡൻ, മെയിൽ വാർഡൻ, KSRTC കണ്ടക്ടർ, വില്ലേജ് അസിസ്റ്റന്റ്, ഇതെല്ലാം ഇനി എന്തിലേക്ക് മാറും? +2ലേക്ക് മാറും. അതുപോലെ തന്നെ ഇത് ശ്രദ്ധിച്ചോണം, KAS, കേരള അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ സിവിൽ സർവീസ് പോലെ. സിവിൽ സർവീസ് കോച്ചിങ്ങിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശരാകണ്ട. അത് കിട്ടിയില്ലെങ്കിൽ KS കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ബേസിക് ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം? 89,000 രൂപയാണ് ഇതിൻ്റെ ബേസിക് ശമ്പളം. എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 1 ലക്ഷത്തിന് മുകളിലാണ്. ഞങ്ങളുടെ 2-3 സുഹൃത്തുക്കൾ +2 ടീച്ചറായിരുന്നവർ KS കഴിഞ്ഞ് ഈ എൻട്രൻസ് എഴുതി, ഈ പരീക്ഷ എഴുതി, അവസാനം അവരിപ്പം പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അവർ ഓഫീസർമാരായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്ന ആണ് ഈ മേഖലകളിലൊക്കെ. എക്സൈസ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, സെക്രട്ടറി അസിസ്റ്റന്റ്, ബ്ലോക്ക് ഡെവലപ്മെന്റ്, ഈ മേഖലകളൊക്കെ ഇതിന് കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉള്ളതാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ. ഇത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഉള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഞാൻ വിട്ടുപോയി, അത് സ്ലൈഡ് വിടുക. +2കാർക്ക് വലിയൊരു സാധ്യതയാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ +2 യോഗ്യതയുള്ളവർക്ക് നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിൽ ക്ലർക്കാകാനുള്ള യോഗ്യത ആണ്. ആ പരീക്ഷയാണ് അത് നമ്മുടെ LDC പരീക്ഷ പോലെ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലെ സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, നമുക്കിവിടെ കോഴിക്കോട് തന്നെ എത്രയോ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് ക്ലർക്കുകളാകാനായിട്ടുള്ള ആ പരീക്ഷയാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിത് പറഞ്ഞു. ഞാനിതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ആർമിയുടെ കാര്യവും നേവിയുടെ കാര്യവും എയർഫോഴ്സിൻ്റെ കാര്യവും ഇപ്പോൾ പറയുന്നില്ല. സെൻട്രൽ പോലീസ് ഫോഴ്സ് ഉണ്ട്, സ്റ്റേറ്റ് പോലീസുണ്ട്. ഇനി ഒരു കാര്യം ഇതും കൂടെ പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവുക. നിങ്ങൾ പോയത് 1 മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. കഴിയാണ്, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാകും, പോകേണ്ടിയുണ്ടാകും. ഞാൻ ഒരു 2-3 മിനിറ്റിനുള്ളിൽ കൺക്ലൂഡ് ചെയ്തു തീർക്കും. അതിലൊരു കാര്യമാണ്, നിങ്ങൾ നല്ല തീരുമാനങ്ങളൊക്കെ എടുത്താലും നിങ്ങളെ പുറത്തുനിന്ന് പിടിച്ചു വലിക്കുന്ന ചില കാര്യങ്ങളാണിത്. ഇത് ഹഡിൽസ് പോലെയാണ്, ചാടി 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 കടമ്പകൾ ചാടി കിടക്കണം. ഒന്ന് തോട്ട് ഓഫ് എൻജോയ്മെന്റ് ആൻഡ് സെലിബ്രേഷൻ. അതായത് നമ്മൾ കാണുന്ന പടങ്ങളും ഒക്കെ ചിത്രങ്ങളൊക്കെ ജീവിതം എൻജോയ് ചെയ്യാനുള്ളത്, ആസ്വദിക്കാനുള്ളതാണ് പറയുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ പഠിക്കേണ്ട സമയം അതിനുവേണ്ടി മാറ്റിവെക്കാതെ എൻജോയ്മെന്റ് പുറകെ പോയാൽ
നമുക്ക് ഭാവിയിൽ വലിയ എൻജോയ്മെന്റ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോളുക, പഠന സമയം നിങ്ങളുടെ എൻജോയ്മെന്റ് അപകരിക്കാതിരിക്കട്ടെ. അതൊന്ന് ആ ഹഡിൽസ് നിങ്ങൾ ഓർക്കും ചെയ്യണം. ഇനി രണ്ടാമത്തെ ടി വി ആണ്. ചില വീടുകളിൽ 24 മണിക്കൂറും ടി വി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പനും അമ്മയും അല്ലെങ്കിൽ മുത്തശ്ശിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും, നമ്മളും പോയി കാണും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പഠന സമയമാണ് അതിനുവേണ്ടി കളയുന്നത്. മൊബൈൽ തോണ്ടി പലരും സമയം കളയുന്നുണ്ട്, ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നുണ്ട് ഗെയിം കളിച്ച്. ചിലർക്ക് വണ്ടി ഭ്രാന്താണ്, ചിലർക്ക് അൺഹെൽത്തി ഫ്രണ്ട്ഷിപ്പാണ്. ഇവിടെയൊക്കെയാണ് പലരും കുടുങ്ങിക്കിടക്കുന്നത്. ഈ അടുത്ത നാളിൽ ഒരു സർവേ വന്നത് എന്താണെന്നറിയോ? പെൺകുട്ടികൾ പഠിച്ചു പോകുന്നുണ്ട്, ആൺപിള്ളേരാണ് വല്ലാത്ത അവസ്ഥ. PG ഡിപ്പാർട്ട്മെന്റുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ മരുന്നിന് ഒരു ആന്തരിയെ കണ്ടാൽ ഭാഗ്യം. അതുകൊണ്ട് തന്നെ പല മേഖലകളെയും സ്ത്രീകൾ വരുന്നതിന് ഞാൻ തെറ്റ് പറയുകയില്ല, പക്ഷെ ഒരു ബാലൻസ് എപ്പോഴും ഉണ്ടാകണം. ഇപ്പം എൻ്റെ സ്കൂളിൽ ഞാൻ ഒരാൾ മാത്രമേ ജെൻ ടീച്ചറുള്ളൂ, ബാക്കിയൊക്കെ ലേഡി ടീച്ചേഴ്സ്, പ്രിൻസിപ്പളും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് വന്നാലും എൻ്റെ തലയിലേക്ക് വരും. ഇപ്പോൾ ലേറ്റ് ആയിട്ടുള്ള അവേഴ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ലേഡീസിന് പറയാൻ പറ്റില്ല, അവർ വീട്ടിൽ മക്കളുണ്ട്, അവരുടെ കുടുംബമുണ്ട്, അവരോട് പറയാൻ പറ്റിയില്ല. അപ്പം നമ്മളാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടൊരു ബാലൻസ് ഉണ്ടാകണം. ഇത് അപകടകരമായ ഒരു പോക്കാണ് ഈ പോകുന്നത്. അതിമിടുക്കരായ പിള്ളേർ ഇതിൽ കുടുങ്ങി ഒന്നുമില്ലാതായി തീരുന്നു. അപ്പം മക്കളെ, ഈ കേട്ടിരിക്കുന്ന ആരും ഇതിൽ കുടുങ്ങരുത്. ഇനി ഞാനത് കൺക്ലൂഡ് ചെയ്യാണ്, നിങ്ങൾ സ്വസ്ഥമായിട്ടിരുന്നോളൂ. തോമസ് ഏട്ടാ, നിങ്ങളാൾ പുണ്യാളന. മക്കളെ, നിങ്ങളൊക്കെ പഠിച്ച് ഭാവിയിൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അതുപോലെ ഒരു സർക്കാർ ഓഫീസൊക്കെ ഒക്കെ ജോലി കിട്ടും. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സാധാരണക്കാരായ പൗരന്മാരോട് നാളെ വാ മറ്റന്നാൾ വായി എന്ന് പറഞ്ഞാൽ ആട്ടിപ്പായിക്കരുത്. കാരണമുണ്ട്, നിങ്ങളെ പഠിപ്പിച്ചത് ഈ സമൂഹമാണ്, ഈ പ്രായമായ തലമുറയാണ്. അവർ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ. ഒരു +2 കഴിയുമ്പോൾ 1 ലക്ഷം രൂപയാണ് ഒരു കുട്ടിക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. +1നും +2നും കൂടി ചിലവഴിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. ഇതൊരു പഴയ കണക്കാണ്, ഇപ്പം അതിൽ കഴിഞ്ഞ് കൂടിയിട്ടുണ്ട്. ഇത് ആരുടെ പൈസയാണ്? ഗവൺമെൻറ് പൈസ, സാധാരണക്കാരൻ്റെ പൈസയാണ്. അതുകൊണ്ട് സാധാരണക്കാരോട് മര്യാദയോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറാൻ നിങ്ങൾ പഠിക്കണം. സമൂഹത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇതാരാന്നറിയും? തോമസ് ഏട്ടൻ. തോമസ് ഏട്ടാ, നിങ്ങളാൾ പുണ്യാളനാ. തോമസ് ഏട്ടൻ കോട്ടയത്തുള്ളൊരു തോമസ് ഏട്ടനാണ്. തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ച് ദിവസവും 50 പേർക്ക് ഭക്ഷണപ്പൊതി കൊണ്ട് വിളമ്പി കൊടുക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൊടുക്കുന്ന ഒരു തോമസ് ഏട്ടനാണ്. ഒരു പൊതി ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സിൽ വന്ന ഒരു തോന്നലാണ്, തോമസ് ഏട്ടാ, നിങ്ങളാൾ പുണ്യാളനാ. നിങ്ങളൊക്കെ അത് ഭാവിയിൽ അങ്ങനെയായി മാറണം. മറ്റുള്ളവർക്കും കൂടെ ജീവിക്കാനായിട്ട് പഠിക്കണം. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. അസീം പ്രേംജി, വിപ്രോയുടെ ചെയർമാനായ അസീം പ്രേംജി ഒരു ഇന്റർവ്യൂ നടത്തിയാണ്. കാൺപൂർ IIT M.Tech കഴിഞ്ഞ ആളാണ് മുന്നിലുള്ളത്. അവനോട് ചോദിച്ചു, നിന്റെ കുടുംബത്തെ പറ്റി പറയും. അവൻ പറഞ്ഞു, അച്ഛൻ മരിച്ചുപോയി, അമ്മ വാഷർ വിമണാണ്, അലക്കുകാരിയാണ്. അപ്പോൾ ചോദിച്ചു, നിന്റെ അമ്മയുടെ കൈ നീ കണ്ടിട്ടുണ്ടോ? അവൻ പറഞ്ഞു, അമ്മയുടെ കൈ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പറഞ്ഞു, നമുക്കിവിടെ നിർത്താം, ഈ ഇന്റർവ്യൂ നിർത്താം. നാളെ നിന്റെ വീട്ടിൽ പോയിട്ട് അമ്മയുടെ കൈ കണ്ടിട്ട് വരിക. ചെല്ലുമ്പോൾ അമ്മ ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ ആ കൈ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ആ കൈ കാണിച്ചപ്പോൾ അവന് സങ്കടം വന്നു. എന്താണെന്നറിയോ? ചെതലരിച്ചതുപോലെയാണ് കൈ ഇരിക്കുന്നത്. ഡിറ്റർജൻറ്റുമായി കോൺടാക്ട് കൊണ്ട്, നിരന്തര കോൺടാക്ട് കൊണ്ട് ചെതലിച്ച് കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നീ രക്തം പൊടിയുന്നുണ്ട്. ബാക്കിയുള്ള തുണി വാങ്ങിച്ച് സങ്കടമായി. ബാക്കിയുള്ള തുണി വാങ്ങിച്ച് അലക്കി അമ്മയെ സഹായിച്ചിട്ട് പിറ്റേ ദിവസം ചെന്ന് അസീം പ്രേംജിയോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വിപ്രോ എന്നുള്ള കമ്പനിക്ക് ലോകോത്തര എഞ്ചിനീയർമാരെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് കണ്ണുണ്ടായിട്ട് കാണുന്നവരും കാതുണ്ടായിട്ട് കേൾക്കുന്നവരുമായിരിക്കണം. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞു വിടുന്നത്. മക്കളെ, ഈ 3 വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാകാനുള്ള 3 വാക്കുകളാണ്. ഒരു കാര്യം ഒരാളിൽ നിന്ന് കിട്ടണമെങ്കിൽ പ്ലീസ് എന്നുള്ള വാക്ക് പറയുക മാത്രമല്ല, ആ മനോഭാവത്തോട് നിങ്ങൾ സമീപിച്ചാൽ ചെയ്ത് തരണ്ട എന്ന് വിചാരിച്ച ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങളുടെ ജീവിതം കുറേ കൂടെ സന്തോഷപ്രദമാകും. രണ്ടാമത്തെ കാര്യമാണ് സോറി. തെറ്റ് പറ്റാത്തവരും തോറ്റു പറ്റാത്ത ലോകത്താരുമില്ല. തെറ്റുപറ്റി കഴിഞ്ഞാൽ ഒരു സോറി പറയാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ശത്രുക്കൾ വരെ നിങ്ങൾക്ക് മിത്രമായി മാറും. നിങ്ങൾക്ക് ധാരാളം കൂട്ടുകാരുണ്ടാകും. ജീവിതം കുറേ സന്തോഷമാകും. അവസാനത്തെ കാര്യം, താങ്ക് യു. എന്തെല്ലാം ഗുണങ്ങൾ, എന്തെല്ലാം നന്മകൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു താങ്ക് യു പറയുക. ഒരു ചായ കിട്ടിയാൽ, നല്ലൊരു ചായ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്ത് പറയാൻ ചായയല്ല, അതിനോടൊപ്പം കടിയോ അല്ല ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരിക്കും. കിട്ടാൻ വേണ്ടി പറയുകയല്ല, നന്ദി ബോധം ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. ഈ ഹോൾ നിറഞ്ഞ് ക്ലാസ് കേൾക്കേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ കുറേ പേര് പോയി. പോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഇരുന്നവരെ ഞാൻ ഹാർട്ട്ലി എൻ്റെ ഹൃദയപൂർവ്വം ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്, നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. പ്ലീസ്, സാറ് പറഞ്ഞു നിർത്തിയ അസീം പ്രേംജിയുടെ കാര്യം തന്നെ നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഒരുപാട് സ്കോളർഷിപ്പുകൾ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അസീം പ്രേംജി യൂണിവേഴ്സിറ്റി. എൻ്റെ ഒരു വിദ്യാർത്ഥി 100% സ്കോളർഷിപ്പോടുകൂടി അവിടെ PG ചെയ്യുന്നുണ്ട്. 100% സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ ഫീ പോലും ഫ്രീ ആണ്. ആ കുട്ടി ആ സ്ഥാപനത്തിൽ ചേർന്നപ്പം വേറൊരു കുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു, ആ സ്ഥാപനത്തെപ്പറ്റി ഞാൻ അറിഞ്ഞില്ല.
അത് നമ്മൾ ഓരോരുത്തരുടെയും പരാജയമാണ്. മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ആഗ്രഹിച്ചത് നമ്മളെല്ലാവരും രജി സാറോടൊരു വലിയ നല്ല വോയിസിലുള്ളൊരു താങ്ക് യു പറയണമെന്നാണ്. ഞാനൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കുകയാണ്. നിങ്ങൾ അതുകൂടി കഴിഞ്ഞിട്ടേ പോവാവൂ. പ്ലീസ് ഒരു നല്ലൊരു ക്ലാപ്പോട് കൂടി നമ്മളെല്ലാവരും എണീറ്റ് നിന്ന് താങ്ക് യു പറയുന്നു. പ്ലീസ് ഓൾ ഓഫ് യു പ്ലീസ്. താങ്ക് യു സാർ. ഓക്കെ പ്ലീസ്. Please sit down. All of you take your seats. It was a fantastic class. I really say that you all persons are very lucky. എന്തൊക്കെയാണോ കിട്ടേണ്ടത് അത് ആ ടാബ്ലറ്റ് രൂപത്തിൽ, മൊഡ്യൂൾ രൂപത്തിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എത്ര പേര് അത് നോട്ട് ചെയ്തു? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ കയ്യിലൊരു പേപ്പർ ഉണ്ടാവണം, ഒരു പെന്നുണ്ടാവണം കയ്യിലുള്ള. എനിക്ക് തോന്നുന്നു ഇതുവരെ കേട്ട കരിയർ ക്ലാസ്സുകളിൽ ആ ഒരു അത്രയും ഷോർട്ട് ഫോമിൽ വളരെ ഇൻഫോർമേറ്റീവായിട്ട് ചെറിയ സമയത്തിനുള്ളിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അടിപൊളി ക്ലാസ്സാണ് നമുക്കിപ്പം കേൾക്കാൻ സാധിച്ചത്. വി ആർ ഗോയിങ് ഓൺ ടു ദി നെക്സ്റ്റ് സെഷൻ. എല്ലാം നല്ല രസകരമായിട്ട് സമയം ലാഗാവാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യു നെവർ ലൂസ് ദ ചാൻസ് ആൻഡ് വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സെഷൻ ദറ്റ് ഈസ് ന്യൂ ട്രെൻഡ്സ് ഇൻ UG എഡ്യൂക്കേഷൻ. ആൻഡ് ദ faculties are Dr. Shafiq Bastan and Farida MT. I kindly invite Dr. Sajna P to moderate the session. Students, all those who want to attend the session, New Trends in UG Education, kindly be seated, enter into the seminar hall, and the session is going to begin within few minutes. All those who are interested to hear the seminar session, New Trends in UG Education, kindly enter into the seminar hall and be seated. Don't miss the chance.